all, welcome to Steadicom MLT Academy. Kerala PSC Lab Technician എക്സാമിൻ്റെ 75 ഡേയ്സ് ചലഞ്ചിലെ ഡേ 22 വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബ്ലഡ് ബാങ്കിങ്ങിലെ ABO ബ്ലഡ് ഗ്രൂപ്പാണ്. അതായത് നമ്മൾ കേരള PSCയിൽ ചോദിച്ചിട്ടുള്ള ABO ബ്ലഡ് ഗ്രൂപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. സോ നമുക്ക് എന്തായാലും ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ABO blood group system is discovered by option A Karl Landsteiner, option B Lutheran, option C Weiner, option D Keller. സോ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബ്ലഡ് ഗ്രൂപ്പ് സിസ്റ്റം ആണ് ABO ബ്ലഡ് ഗ്രൂപ്പ് സിസ്റ്റം എന്ന് പറയുന്നത്. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ബ്ലഡ് ഗ്രൂപ്പ് സിസ്റ്റംസ് ഉണ്ട്. RH ബ്ലഡ് ഗ്രൂപ്പ്സ് ഉണ്ട്, ഡിഫറെൻറ്റ് മൈനർ ബ്ലഡ് ഗ്രൂപ്പ് സിസ്റ്റം ഉണ്ട്. അതിൽ ABO ബ്ലഡ് ഗ്രൂപ്പ് സിസ്റ്റം ഡിസ്കവർ ചെയ്തിരിക്കുന്നത് ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. യെസ് കറക്റ്റ് ആൻസർ എന്താണ്? കാൾ ലാൻഡ്സ്റ്റെയ്നർ ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. സോ ABO ബ്ലഡ് ഗ്രൂപ്പ് സിസ്റ്റം, അതേപോലെ ബോംബെ ബ്ലഡ് ഗ്രൂപ്പ് സിസ്റ്റം, നമ്മൾ RH ബ്ലഡ് ഗ്രൂപ്പ് സിസ്റ്റം, ഇതൊക്കെ ഡിസ്കവർ ചെയ്തത് ആരാന്ന് ചിലപ്പം PSCയിൽ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓൾറെഡി നമ്മൾ പറഞ്ഞു ABO ബ്ലഡ് ഗ്രൂപ്പ് സിസ്റ്റത്തിൽ A ബ്ലഡ് ഗ്രൂപ്പും B ബ്ലഡ് ഗ്രൂപ്പും അതുപോലെ O ബ്ലഡ് ഗ്രൂപ്പും ഡിസ്കവർ ചെയ്തിരിക്കുന്നത് കാൾ ലാൻഡ്സ്റ്റെയ്നർ ആണ്. എന്നാൽ ഇൻ 1901 നമ്മൾ മെയിൻലി 1901 നമുക്ക് മെയിൻലി ഡിസ്കവറി. ഇപ്പോൾ ഇയർ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ പറയാം. അതേപോലെ AB ബ്ലഡ് ഗ്രൂപ്പ് സിസ്റ്റം അല്ലേ, അതായത് A ബ്ലഡ് ഗ്രൂപ്പ് ഉണ്ട്, B ബ്ലഡ് ഗ്രൂപ്പ് ഉണ്ട്, O ബ്ലഡ് ഗ്രൂപ്പ് ഉണ്ടെന്നായിരുന്നു നമ്മൾ കാൾ ലാൻഡ്സ്റ്റെയ്നർ കണ്ടുപിടിച്ചതെങ്കിൽ AB ബ്ലഡ് ഗ്രൂപ്പ് എന്നൊരു ബ്ലഡ് ഗ്രൂപ്പും കൂടി ഉണ്ടെന്ന് വാൻ ഡിക്കാസ്റ്റിലോയും അതുപോലെ സ്റ്റേർലിയും 1902 ഡിസ്കവർ ചെയ്തു. ഓക്കെ, സോ നിങ്ങളടുത്ത് ചോദിക്കുകയാണ് ABO ബ്ലഡ് ഗ്രൂപ്പ് സിസ്റ്റം ആണെങ്കിൽ ദാറ്റ് കാൾ ലാൻഡ്സ്റ്റെയ്നർ, പകരം AB ബ്ലഡ് ഗ്രൂപ്പ് ഡിസ്കവർ ചെയ്തത് ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ആൻസർ ചെയ്യേണ്ടത് ഏതാണ്? യെസ്, വാൻ ഡിക്കാസ്റ്റിലോ ആൻഡ് സ്റ്റേർലി ആണ്. ഓക്കെ, ഇനി ബോംബെ ബ്ലഡ് ഗ്രൂപ്പ് സിസ്റ്റം, സത്യത്തിൽ ABO ബ്ലഡ് ഗ്രൂപ്പ് സിസ്റ്റത്തിൽ വരുന്നതല്ല ഈ RH ബ്ലഡ് ഗ്രൂപ്പ് സിസ്റ്റം ഒന്നും. പക്ഷേ നമ്മൾ ഡിസ്കവറി പറഞ്ഞതുകൊണ്ട് ഇവിടെ അത് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ബ്ലഡ് ഗ്രൂപ്പ് സിസ്റ്റത്തിൻ്റെ ഡിസ്കവറിയും കൂടി നമുക്ക് പറയാം. ഈ ബോംബെ ബ്ലഡ് ഗ്രൂപ്പ് സിസ്റ്റം ഡിസ്കവർ ചെയ്തിരിക്കുന്നത് ബെൻഡെ എറ്റാൽ ആണ്. ഇൻ മുംബൈയിലാണ് നമ്മളത് 1952 ഇത് ഡിസ്കവർ ചെയ്തിരിക്കുന്നത്. ബെൻഡെ എറ്റാൽ എന്നോ അല്ലെങ്കിൽ ഡോക്ടർ YM ബെൻഡെ എന്നോ നമുക്ക് ആൻസർ ആയിട്ട് വരാം. ബെൻഡെ എറ്റാൽ. ഓക്കെ, അതുപോലെ തന്നെ RH സിസ്റ്റം, നമ്മൾ റീസസ് RH സിസ്റ്റം ബ്ലഡ് ഗ്രൂപ്പ് സിസ്റ്റം അല്ലേ, അത് ഡിസ്കവർ ചെയ്തിരിക്കുന്നത് കാൾ ലാൻഡ്സ്റ്റെയ്നറും അലക്സാണ്ടർ വെയ്നറും കൂടിയാണ്. നമ്മൾ ഓപ്ഷനിലൊരു ഈ ക്വസ്റ്റ്യനിൽ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു അല്ലേ, വെയ്നർ. അപ്പോൾ വെയ്നർ എന്താ ഡിസ്കവർ ചെയ്തിരിക്കുന്നത്? RH ബ്ലഡ് ഗ്രൂപ്പ് സിസ്റ്റം ആണ്. കാൾ ലാൻഡ്സ്റ്റെയ്നറും വെയ്നറും കൂടിയാണ് 1937 ഡിസ്കവർ ചെയ്തത്. അപ്പോൾ ഏകദേശം നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബ്ലഡ് ഗ്രൂപ്പ് സിസ്റ്റത്തിൻ്റെ ഡിസ്കവറി നമ്മളിവിടെ ഡിസ്കസ് ചെയ്തു. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ്, blood group having both anti-A and anti-B in their serum. Option A group, option B group, option C O group, option D AB group. അതായത് ഏത് ബ്ലഡ് ഗ്രൂപ്പിലാണ് അവരുടെ സെറത്തിൽ ആൻറ്റി-Aയും ആൻറ്റി-Bയും പ്രസൻ്റ് ആയിരിക്കുന്നത്? ഏത് ബ്ലഡ് ഗ്രൂപ്പിലാണ്? ഒന്ന് കമൻറ്റ് ചെയ്തേ. യെസ്, O ബ്ലഡ് ഗ്രൂപ്പിൽ അല്ലേ. O ബ്ലഡ് ഗ്രൂപ്പിൽ നമ്മൾ ആൻറ്റി-Aയും ആൻറ്റി-Bയും പ്രസൻ്റ് ആണ് എന്ന് അറിയണമെങ്കിൽ നമുക്ക് ബാക്കിയുള്ള ബ്ലഡ് ഗ്രൂപ്പ്സിൽ ഏത് ആൻറ്റിജനാണ് പ്രസൻ്റ് ആയിരിക്കുന്നത്, ഏത് ആൻറ്റിബോഡിയാണ് പ്രസൻ്റ് ആയിരിക്കുന്നത് കൃത്യമായിട്ട് നോളജ് വേണം. കാരണം എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ചിലപ്പോൾ ഇതേ ക്വസ്റ്റ്യൻ ആയിരിക്കില്ല, ഇത് റിലേറ്റഡ് ആയിട്ട് വേറെ ക്വസ്റ്റ്യൻസും ചോദിക്കാം. അപ്പം ഒരാൾക്ക് നമ്മൾ A ബ്ലഡ് ഗ്രൂപ്പാണ് എന്ന് പറയണമെങ്കിൽ സോ അത് നമ്മൾ പറയുന്നത് നമ്മുടെ RBCൻ്റെ മുകളിലുള്ള ഏത് ബ്ലഡ് ഗ്രൂപ്പ് ആൻറ്റിജനാണ് പ്രസൻ്റ് ആയിരിക്കുന്നതെന്നാണ്. അപ്പോൾ നമ്മളുടെ RBCൻ്റെ മുകളിൽ A ആൻറ്റിജനാണ് പ്രസൻ്റ് ആയിരിക്കുന്നതെങ്കിൽ അതായത് അവർക്ക് A ഗ്രൂപ്പ് എന്ന് പറയാം. ഓക്കെ, A ആൻറ്റിജനാണ് പ്രസൻ്റ് ആയിരിക്കുന്നതെങ്കിൽ അവർക്ക് A ഗ്രൂപ്പ്. സോ നമുക്ക് ഏത് ആൻറ്റിജനാണോ പ്രസൻ്റ് ആയിരിക്കുന്നത് സോ ആ സെയിം ആൻറ്റിബോഡി നമ്മളെ സെറത്തിൽ ഒരിക്കലും ഉണ്ടാവില്ല. അപ്പോൾ എൻ്റെ RBCൻ്റെ മുകളിൽ A ആൻറ്റിജൻ ഉണ്ടെങ്കിൽ എൻ്റെ അത് ഒഴുകുന്ന ആ ഒരു സെറത്തിൽ അല്ലെങ്കിൽ പ്ലാസ്മയിൽ നമ്മളുടെ
എ ആന്റിബോഡി ഉണ്ട്, അല്ലെങ്കിൽ ആന്റി എ എന്ന് പറഞ്ഞാലും എ ആന്റിബോഡി എന്ന് പറഞ്ഞാലും സെയിം ആണ്. സോ ആന്റി എ ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ഈ ആന്റി എ ഈ ആന്റി എച്ചിനുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് ഈ ആർ ബി സിനെ ലൈസ് ചെയ്ത് കളയും അല്ലേ. സോ ഒരിക്കലും ഏത് ആന്റിജൻ ആണോ ആർ ബി സിന്റെ മുകളിൽ പ്രസന്റ് ആയിരിക്കുന്നത് അതേ ആന്റിബോഡി സെറത്തിൽ ഉണ്ടാവില്ല. പകരം എ ആണ് പ്രസന്റ് ആയിരിക്കുന്നതെങ്കിൽ ബി ആന്റിബോഡി, അത് ഇല്ലാത്ത ആന്റിജന്റെ ആന്റിബോഡി ആയിരിക്കും ഉണ്ടാവുക. ആർ ബി സിന്റെ മുകളിൽ ഇല്ലാത്ത ആന്റിജന്റെ ആന്റിബോഡി ആണ് സെറത്തിൽ പ്രസന്റ് ആയിരിക്കുക. അപ്പോൾ എ ആന്റിജൻ ആണ് എ ഗ്രൂപ്പുകാർക്ക് ഉണ്ടെങ്കിൽ ബി ആന്റിബോഡി, അതായത് ആന്റി ബി ആന്റിബോഡിയാണ് സെറത്തിൽ അവർക്ക് പ്രസന്റ് ആയിരിക്കുക, അല്ലെങ്കിൽ പ്ലാസ്മയിൽ ഉണ്ടായിരിക്കുക. ഓക്കെ. സോ ഇനി ബി ബ്ലഡ് ഗ്രൂപ്പ് ആരുടെ എങ്ങനെ ആയിരിക്കും? അവരുടെ ആർ ബി സിന്റെ മുകളിലുള്ളത് ബി ആന്റിജൻ ആയിരിക്കും. ഓക്കെ. അവരുടെ ആർ ബി സിന്റെ മുകളിൽ ഏതായിരിക്കും ഉണ്ടാവുക? ബി ആന്റിജൻ ആയിരിക്കും. അപ്പൊ അവരുടെ സെറത്തിൽ ഏതായിരിക്കും ഉണ്ടാവുക? ബി ആന്റിബോഡി ഉണ്ടാവുമോ, അല്ലെങ്കിൽ ആന്റി ബി ആന്റിബോഡി ഉണ്ടാവുമോ? ഇല്ല. അവരുടെ ആർ ബി സിന്റെ മുകളിൽ ഇല്ലാത്ത ആന്റിബോഡി, ദാറ്റ് ഈസ് ആന്റി എ ആന്റിബോഡി ആയിരിക്കും അവരുടെ സെറത്തിൽ അല്ലെങ്കിൽ പ്ലാസ്മയിൽ ഉണ്ടാവുക. അപ്പൊ അവരുടെ കയ്യിൽ എ ആന്റിജനും പ്രസന്റ് ആയിരിക്കും, അവർക്ക് അതേപോലെ തന്നെ ബി ആന്റിജനും പ്രസന്റ് ആയിരിക്കും. അവരുടെ ആർ ബി സി എടുത്തു കഴിഞ്ഞാൽ എ ആന്റിജനും ഉണ്ടാവും, അതുപോലെ തന്നെ ബി ആന്റിജനും ഉണ്ടാവും. സോ അവരെയാണ് നമ്മൾ എ ബി ബ്ലഡ് ഗ്രൂപ്പ് എന്ന് പറയാം. അപ്പൊ അവരുടെ സെറത്തിൽ അല്ലെങ്കിൽ പ്ലാസ്മയിൽ എ ആന്റിബോഡി ഉണ്ടാവുമോ? ഇല്ല. കാരണം എ ആന്റിജൻ ഉള്ളതുകൊണ്ട് എ ആന്റിബോഡി ഉണ്ടാവില്ല. ബി ആന്റിബോഡി ഉണ്ടാവുമോ? ഇല്ല. കാരണം ബി ആന്റിജൻ ഉള്ളത് കൊണ്ട് ബി ആന്റിബോഡി ഉണ്ടാവില്ല. അപ്പൊ അവിടെ എ ആന്റിജനും ആന്റിബോഡി ഉണ്ടാവില്ല, ആന്റി ബി ആന്റിബോഡി ഉണ്ടാവില്ല. സോ നമുക്ക് വേണമെങ്കിൽ നോ ആന്റിബോഡീസ് എന്ന് പറയാം. എയും ഇല്ല ബിയും ഇല്ല. ഇനി ഒ ബ്ലഡ് ഗ്രൂപ്പ്. ഒ ബ്ലഡ് ഗ്രൂപ്പ് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ആർ ബി സി എടുക്കുകയാണെങ്കിൽ അവിടെ എ ആന്റിജനും ഇല്ല ബി ആന്റിജനും ഇല്ല എങ്കിൽ നമുക്ക് അവരെ എന്ത് പറയാം? അവർക്ക് ഒ ബ്ലഡ് ഗ്രൂപ്പ് ആണെന്ന് പറയാം. എ ആന്റിജനും ഇല്ല ബി ആന്റിജനും ഇല്ല. സോ അതുകൊണ്ട് ആന്റിജൻ ഇല്ലാത്തത് അവിടെ ആന്റിബോഡി ഉണ്ടാവും. ആർ ബി സിന്റെ മുകളിൽ ഇല്ലാത്ത ആന്റിജന്റെ ആന്റിബോഡി പ്ലാസ്മയിൽ ഉണ്ടാവും. അതുകൊണ്ട് അവർക്ക് എ ആന്റിബോഡിയും ബി ആന്റിബോഡിയും അവരുടെ പ്ലാസ്മയിൽ ഉണ്ടാവും. അതായത് ആന്റി എ ആന്റിബോഡിയും ആന്റി ബി ആന്റിബോഡിയും ഒ ബ്ലഡ് ഗ്രൂപ്പുകാർക്ക് അവരുടെ പ്ലാസ്മയിൽ ഉണ്ടാവും. ഇതായിരുന്നു നമ്മളുടെ ക്വസ്റ്റ്യൻ. എ ആന്റിബോഡിയും, അതായത് എ ആന്റിബോഡിയും ബി ആന്റിബോഡിയും പ്രസന്റ് ആയിരിക്കുന്നവരുടെ ബ്ലഡ് ഗ്രൂപ്പ് ഏതാ? ഒ ബ്ലഡ് ഗ്രൂപ്പ്. ഇതേപോലെ ഇനിയിപ്പോൾ നിങ്ങളടുത്ത് ചോദിക്കുകയാണ് എ ആന്റിബോഡി പ്രസന്റ് ആയിരിക്കുന്ന ബ്ലഡ് ഗ്രൂപ്പ് ഏതാന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്താ പറയാ? എ ആന്റിബോഡി പ്രസന്റ് ആയിരിക്കുന്നത് ബി ബ്ലഡ് ഗ്രൂപ്പ് ആയിരിക്കും. ഇനി ബി ആന്റിബോഡി പ്രസന്റ് ആയിരിക്കുന്ന ബ്ലഡ് ഗ്രൂപ്പ് ഏതാന്ന് ചോദിച്ചാൽ ദാറ്റ് ഈസ് എ ഗ്രൂപ്പ് ആയിരിക്കും. ഇനി എ ആന്റിബോഡിയും ബി ആന്റിബോഡി ഇല്ലാത്ത ബ്ലഡ് ഗ്രൂപ്പ് ഏതാന്ന് ചോദിച്ചാൽ അവരുടെ ബ്ലഡ് ഗ്രൂപ്പ് എ ബി ബ്ലഡ് ഗ്രൂപ്പ് ആയിരിക്കും. അപ്പൊ എങ്ങനെ ചോദിച്ചാലും നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റണം. ഓക്കെ. സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? യെസ്. Next question. Person can receive blood only from donor of his or her blood group if blood group of the person is option A, option B, option C, AB, option D, O. അതായത് ക്വസ്റ്റ്യൻ എന്താണ്? ആ പേഴ്സൺസിന് അവരുടെ ബ്ലഡ് ഗ്രൂപ്പ് മാത്രമുള്ള ഡോണേഴ്സിനെ ബ്ലഡ് സ്വീകരിക്കാൻ പറ്റുള്ളൂ. ഓക്കെ. അപ്പോൾ ഫോർ എക്സാമ്പിൾ എൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് ഇന്ന് എ ഓർ ബി ഓർ എ ബി ഓർ ഒ ബ്ലഡ് ഗ്രൂപ്പ് ആണെങ്കിൽ എനിക്ക് എൻ്റെ സെയിം ബ്ലഡ് ഗ്രൂപ്പ് ഉള്ളവരുടെ ബ്ലഡ് മാത്രമേ സ്വീകരിക്കാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ള ബ്ലഡ് ഗ്രൂപ്പ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? യെസ്, ഒ ബ്ലഡ് ഗ്രൂപ്പ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നതെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. നമ്മൾ പണ്ടേ ഈ യൂണിവേഴ്സൽ ഡോണർ, യൂണിവേഴ്സൽ റെസിപ്പിയൻ്റ് എന്നൊക്കെ പഠിക്കാറുണ്ട്. ആദ്യം ഞാൻ ഈ യൂണിവേഴ്സൽ ഡോണേഴ്സിനെയും യൂണിവേഴ്സൽ റെസിപ്പിയൻസിനെയും ഒന്ന് ക്ലിയർ ആക്കി തരാം. നമ്മൾ എന്താ പറയാറുള്ളത്? യൂണിവേഴ്സൽ ഡോണർ എന്ന് പറഞ്ഞാൽ ഡോണർ ഒ ബ്ലഡ് ഗ്രൂപ്പുകാരെയാണ് നമ്മൾ യൂണിവേഴ്സൽ ഡോണർ എന്ന് പറയാറുള്ളത് അല്ലേ. അതായത് യൂണിവേഴ്സൽ ആർക്ക് വേണമെങ്കിലും ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാം. ഓക്കെ. കാരണം എന്താണ്? അവരുടെ ആർ ബി സിന്റെ മുകളിൽ ആന്റിജൻ ഒന്നും ഇല്ല. അപ്പോൾ ഈ ആന്റിജൻ ഇല്ലാത്ത ബ്ലഡ്, അതായത് ഈ ആർ ബി സിസ് ആരുടെ ബ്ലഡിലേക്ക് എത്തിയാലും, ഈ ആർ ബി സിസ് ആണല്ലോ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ മെയിൻലി ആർ ബി സിസ് ആണ് പോകുന്നത്. സോ ഈ ആർ ബി സിന്റെ മുകളിൽ ഒരു ആന്റിജനും ഇല്ലാത്തത് കൊണ്ട്
ആരുടെ ബ്ലഡ് ഗ്രൂപ്പിൽ എത്തിയാലും, ഇപ്പൊ എ ബ്ലഡ് ഗ്രൂപ്പ് ഉള്ളവർക്ക് എത്തിയാലും ബി ബ്ലഡ് ഗ്രൂപ്പ് ഉള്ളവർക്ക് എത്തിയാലും ഒ ബ്ലഡ് ഗ്രൂപ്പ് ഉള്ളവർക്ക് എത്തിയാലും എ ബി ബ്ലഡ് ഗ്രൂപ്പ് ഉള്ളവർക്ക് എത്തിയാലും തിരിച്ച് റിയാക്ട് ചെയ്യാൻ, തിരിച്ച് അവരുടെ കയ്യിൽ എന്ത് ആന്റിബോഡി ഉണ്ടെങ്കിലും, നമ്മളെ കയ്യിൽ ഇവിടെ ആന്റിജൻ ഇല്ലല്ലോ, ആന്റിജൻ ഇല്ലാത്തതുകൊണ്ട് അവിടെ ഈ ആർ ബി സി ലൈസ് ആയി പോകുന്നില്ല. നമ്മൾ കൊടുക്കുന്ന ആർ ബി സിയിലേക്ക് ഓ ബ്ലഡ് ഗ്രൂപ്പ് ആണെങ്കിൽ അവർക്ക് ആന്റിജൻ ഇല്ലാത്തത് കൊണ്ട് അവിടെ ആന്റി എ ഉണ്ടായാലും ആന്റി ബി ഉണ്ടായാലും ഒന്നും കാര്യമില്ല, കാരണം ഇവിടെ സേഫ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ അവരെ യൂണിവേഴ്സൽ ഡോണർ എന്ന് പറയുന്നത്. ഓക്കെ, യൂണിവേഴ്സൽ ഡോണർ ആണ്. പക്ഷെ എന്താണ്, ഈ ഓ ബ്ലഡ് ഗ്രൂപ്പുകാർക്ക് ബാക്കിയുള്ള ബ്ലഡുകൾ സ്വീകരിക്കാൻ പറ്റും. ഓ ബ്ലഡ് ഗ്രൂപ്പുകാർക്ക് എല്ലാവർക്കും ബ്ലഡ് കൊടുക്കാം. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ചാല് അവർക്ക് ഓ ബ്ലഡ് ഗ്രൂപ്പ് മാത്രമേ സ്വീകരിക്കാൻ പറ്റുള്ളൂ. നോക്കിക്കേ, കാരണം ക്യാൻ റിസീവ് ഫ്രം ഡോണർ, ഏത് ബ്ലഡ് ഗ്രൂപ്പ് മാത്രമേ സ്വീകരിക്കാൻ പറ്റുള്ളൂ ഓക്കാർക്ക്? ഓ ബ്ലഡ് ഗ്രൂപ്പ് മാത്രം. കാരണം എന്താണ്, അവരുടെ സെറത്തില് ആന്റി എയും ആന്റി ബിയും ഉണ്ടെന്ന് നമ്മൾ പഠിച്ചോ? യെസ്, ആന്റി എയും ഉണ്ട് ആന്റി ബിയും ഉണ്ട്. അപ്പം ഓ വന്നാൽ പ്രശ്നമില്ല, കാരണം ഓന്റെ മുകളിൽ മറ്റുള്ള ഓ വന്നാൽ അവിടെ ആന്റിജൻ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇവര് റിയാക്ട് ചെയ്യാൻ ആരുമില്ല. പക്ഷേ പകരം എ വന്നാലും ബി ബ്ലഡ് ഗ്രൂപ്പ് വന്നാലും ഈ ആന്റി എയും ആന്റി ബിയും റിയാക്ട് ചെയ്യില്ലേ? അതുകൊണ്ട് ഓക്കാർക്ക് ആർക്ക് വേണമെങ്കിലും ബ്ലഡ് കൊടുക്കാം, പ്രശ്നമില്ല. പക്ഷേ ഓക്കാർക്ക് ഓ ബ്ലഡ് ഗ്രൂപ്പ് മാത്രമേ സ്വീകരിക്കാൻ പറ്റൂ. ഇതിന്റെ റീസൺ എന്തുകൊണ്ട് ആർക്ക് വേണമെങ്കിലും കൊടുക്കാന്ന് ചോദിച്ചാൽ അവരുടെ ബോണിൽ ആന്റിജൻ ഇല്ല, അതുകൊണ്ട് ആർക്ക് വേണമെങ്കിലും ഓ ബ്ലഡ് ഗ്രൂപ്പ് സ്വീകരിക്കാം, കുഴപ്പമില്ല. പക്ഷേ ഓക്കാർക്ക് ഓ മാത്രമേ സ്വീകരിക്കാൻ പറ്റുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ അവരുടെ കയ്യിൽ 2 ആന്റിബോഡീസും ഉണ്ട്, എ ആന്റിബോഡിയും ബി ആന്റിബോഡിയും ഉണ്ട്. ആര് വന്നാലും തിരിച്ച് റിയാക്ട് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഓക്കാർക്ക് ഓ മാത്രമേ സ്വീകരിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് എ ബി ബ്ലഡ് ഗ്രൂപ്പ്. എ ബി ബ്ലഡ് ഗ്രൂപ്പ് എടുക്കുകയാണെങ്കിൽ നമ്മൾ സത്യത്തിൽ നമ്മൾ എ ബ്ലഡ് ഗ്രൂപ്പ് ഉള്ളവർക്ക് എപ്പോഴും എ ബ്ലഡ് ഗ്രൂപ്പും ബി ബ്ലഡ് ഗ്രൂപ്പ് ഉള്ളവർക്ക് ബി ബ്ലഡ് ഗ്രൂപ്പും തന്നെയാണ് കൊടുക്കാറുള്ളത്. എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷൻസ് വരുമ്പോൾ മാത്രമേ നമ്മൾ ഈ ഓനെയൊക്കെ ഓ നെഗറ്റീവ് ഗ്രൂപ്പിനൊക്കെ ഒരു യൂണിവേഴ്സൽ ഡോണർ ആക്കി കണ്ടിട്ട് എല്ലാവർക്കും കൊടുക്കുള്ളൂ കേട്ടോ, എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷൻസ് നമുക്ക് ബ്ലഡ് ഇല്ലാത്ത കേസൊക്കെ വരുമ്പോൾ. എ ബി ബ്ലഡ് ഗ്രൂപ്പ്, എ ബി ബ്ലഡ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ റെസിപ്പിയന്റ് ആണ്. അതായത് എ ബി ബ്ലഡ് ഗ്രൂപ്പ് ആണ് എനിക്കെങ്കിൽ എനിക്ക് എല്ലാവരുടെ ബ്ലഡും സ്വീകരിക്കാം. ഓക്കെ, നമ്മൾ നേരത്തെ ഓ ബ്ലഡ് ഗ്രൂപ്പ് ആണ് എനിക്കെങ്കിൽ എനിക്ക് ഓ മാത്രമേ സ്വീകരിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. എന്നാൽ എ ബി ബ്ലഡ് ഗ്രൂപ്പ് ആണ് എനിക്കെങ്കിൽ എല്ലാവരുടെ ബ്ലഡും സ്വീകരിക്കാം. കാരണം എന്താണ്, എൻ്റെ കയ്യിൽ ആന്റിബോഡീസ് ഒന്നുമില്ല. എ ബി ബ്ലഡ് ഗ്രൂപ്പുകാർക്ക് 2 ആന്റിജനും ഉള്ളത് കൊണ്ട് 2 ആന്റിബോഡിയും ആബ്സെന്റ് ആണ് അല്ലേ. സോ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാം, എൻ്റെ കയ്യിൽ ഒരു ആന്റിബോഡിയും ഇല്ല, അപ്പോൾ അതുകൊണ്ട് എ ബ്ലഡ് ഗ്രൂപ്പ് വേണമെങ്കിൽ സ്വീകരിക്കാം, എ ആന്റിജൻ വന്നാൽ പ്രശ്നമില്ല. ബി ബ്ലഡ് ഗ്രൂപ്പ് വേണമെങ്കിൽ സ്വീകരിക്കാം, ബി ആന്റിജൻ വന്നാൽ പ്രശ്നമില്ല. ഒ ബ്ലഡ് ഗ്രൂപ്പ് വേണമെങ്കിൽ സ്വീകരിക്കാം, പ്രശ്നമില്ല. എ ബി ബ്ലഡ് ഗ്രൂപ്പും സ്വീകരിക്കാം, കുഴപ്പമില്ല. എന്താണ്, എൻ്റെ കയ്യിൽ റിയാക്ട് ചെയ്യാൻ ആന്റിബോഡീസ് ഒന്നുമില്ല എ ബിക്കാർക്ക്. സോ അതുകൊണ്ട് എല്ലാവരും വേണമെങ്കിലും സ്വീകരിക്കാം. നോ ആന്റിബോഡീസ്. റീസൺ എന്താണ്, നോ ആന്റിബോഡീസ് ഇൻ പ്ലാസ്മ. ഓക്കെ, ഇനി എക്കാർക്കും ബിക്കാർക്കും ആരെന്നൊക്കെ ബ്ലഡ് സ്വീകരിക്കാം എന്നുള്ളത്. എക്കാർക്ക് എ എന്തായാലും സ്വീകരിക്കാം, ഓയും സ്വീകരിക്കാം. ഞാൻ ഓൾറെഡി നേരത്തെ പറഞ്ഞു, കാരണം ഓ യൂണിവേഴ്സൽ ഡോണർ ആണ്. അപ്പൊ ആർക്ക് വേണമെങ്കിലും ബ്ലഡ് കൊടുക്കാന്ന് പറയുമ്പോൾ ഓ ആർക്ക് വേണമെങ്കിലും സ്വീകരിക്കാം, കുഴപ്പമില്ല. അതുകൊണ്ട് എന്താണ്, നോ ആന്റി എ ഡോണറിൽ ഇല്ലാത്തത് കൊണ്ട് എ ബ്ലഡ് ഗ്രൂപ്പ് സ്വീകരിക്കാം, ഓ യൂണിവേഴ്സൽ ഡോണർ ആയതുകൊണ്ട് ഓയും സ്വീകരിക്കാം. ബി ബ്ലഡ് ഗ്രൂപ്പുകാർക്ക് ബി ബ്ലഡ് ഗ്രൂപ്പും സ്വീകരിക്കാം, ഓ ബ്ലഡ് ഗ്രൂപ്പും വേണമെങ്കിൽ സ്വീകരിക്കാം കേട്ടോ. സോ ഈ ഒരു ചാർട്ട് എന്തായാലും നമ്മൾ പഠിച്ചു വെക്കുക. ഇപ്പൊ ചോദിച്ച പോലത്തെ ക്വസ്റ്റ്യൻസ് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഇപ്പൊ നിങ്ങളുടെ അടുത്ത് ചോദിക്കുകയാണ് എ ബ്ലഡ് ഗ്രൂപ്പുകാർക്ക് ഏതൊക്കെ ബ്ലഡ് ഗ്രൂപ്പ് സ്വീകരിക്കാം, അല്ലെങ്കിൽ എ ബിക്കാർക്ക് ഏതൊക്കെ ബ്ലഡ് ഗ്രൂപ്പ് സ്വീകരിക്കാം. ഓക്കെ, അങ്ങനെ ചോദിക്കുമ്പോൾ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ ടേബിൾ ആണ് ഇത്. നമ്മൾ അധിക ക്വസ്റ്റ്യൻസും ഇങ്ങനെ ടേബിൾ വൈസ് ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. സോ അതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടി കുറേ ഏരിയാസ് കവർ ചെയ്യാൻ പറ്റും കേട്ടോ. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. Which is not a correct about H antigen? Option A, present in all ABO blood group individual. Option B, if not present, H antibody will be there in plasma. Option C, beside in blood cells, it is present in tissue also. Option D, H antigen present in blood group individual. അതായത് H ആന്റിജനെ കുറിച്ചിട്ടുള്ള
കറക്റ്റ് അല്ലാത്ത, ശ്രദ്ധിക്കണം, PSC ആണ്, കറക്റ്റ് അല്ലാത്ത സ്റ്റേറ്റ്മെന്റ് ആണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ഏത് സ്റ്റേറ്റ്മെന്റ് ആണെന്നൊന്ന് വായിച്ചു നോക്കിയിട്ട് പറഞ്ഞേ. യെസ്, കറക്റ്റ് ആൻസർ. H antigen is present in blood group individual. ബോംബെ ബ്ലഡ് ഗ്രൂപ്പ് ഇൻഡിവിജ്വൽ. അതായത് ബോംബെ ബ്ലഡ് ഗ്രൂപ്പ് ഇൻഡിവിജ്വൽസിൽ ഒരിക്കലും H ആന്റിജൻ പ്രസന്റ് അല്ല. ബാക്കി പറഞ്ഞ കാര്യങ്ങൾ. കാരണം എല്ലാ ബ്ലഡ് ഗ്രൂപ്പിലും, A ബ്ലഡ് ഗ്രൂപ്പിലും B ബ്ലഡ് ഗ്രൂപ്പിലും O ഗ്രൂപ്പിലെ ഏത് ബ്ലഡ് ഗ്രൂപ്പിലും ഈ H ആന്റിജൻ പ്രസന്റ് ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ പറഞ്ഞ A ആന്റിജന് അതുപോലെ തന്നെ B ആന്റിജന് എല്ലാം ഫോം ചെയ്യുന്നത് H ആന്റിജനാണ്. സത്യം പറഞ്ഞാൽ RBCന്റെ മുകളിൽ ഒരു H ആന്റിജൻ പ്രസന്റ് ആണ്. ഈ H ആന്റിജൻ ആണ് A ബ്ലഡ് ഗ്രൂപ്പുകാർക്ക് ഈ H ആന്റിജൻ കുറച്ചെണ്ണം A ആന്റിജൻ ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഈ ബ്ലഡ് ഗ്രൂപ്പുകാർക്കാണെങ്കിൽ ഈ H ആന്റിജൻ കുറച്ച് B ആന്റിജൻ ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഇനി AB ബ്ലഡ് ഗ്രൂപ്പുകാർക്കാണെങ്കിൽ ഈ H ആന്റിജൻ Aയും Bയും ആയിട്ട് കൺവേർട്ട് ചെയ്യണം. മുഴുവനായിട്ടല്ല, കുറച്ച് കൺവേർട്ട് ചെയ്യും. സോ അപ്പൊ നിങ്ങൾ നോക്കിക്കേ, A ബ്ലഡ് ഗ്രൂപ്പ് എടുത്താലും B ബ്ലഡ് ഗ്രൂപ്പ് എടുത്താലും O ബ്ലഡ് ഗ്രൂപ്പ് എടുത്താലും എല്ലാത്തിലും ഇനി O ബ്ലഡ് ഗ്രൂപ്പിന്റെ കേസിൽ H ആന്റിജൻ ഉണ്ടാവും. അത് A ആന്റിജനും B ആന്റിജനും ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നില്ല, H ആന്റിജൻ എന്തായാലും ഉണ്ടാവും. അപ്പൊ ഏത് ബ്ലഡ് ഗ്രൂപ്പ് എടുത്താലും അവിടെ H ആന്റിജൻ പ്രസന്റ് ആണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണ്. ഇഫ് നോട്ട് പ്രസന്റ് H ആന്റിബോഡി വിൽ ബി ദർ ഇൻ ദി പ്ലാസ്മ. അതായത് H ആന്റിജൻ പ്രസന്റ് അല്ലെങ്കിൽ, H ആന്റിജൻ എന്തായാലും RBCന്റെ മുകളിൽ ABO ബ്ലഡ് ഗ്രൂപ്പിൽ ഉണ്ടാവും. ഇനി H ആന്റിജൻ പ്രസന്റ് അല്ല എങ്കിൽ അതിന്റെ ആന്റിബോഡിയിലെ A ആന്റിജന്റെ കേസിൽ A ആന്റിജൻ പ്രസന്റ് ആണെങ്കിൽ നമ്മൾ പറഞ്ഞു B ആന്റിബോഡി ഉണ്ടാവും. അപ്പോൾ A ആന്റിജൻ പ്രസന്റ് അല്ലെങ്കിൽ A ആന്റിബോഡി സെറത്തിൽ ഉണ്ടാവും. അതേ പറഞ്ഞ പോലെ തന്നെ H ആന്റിജൻ പ്രസന്റ് അല്ലെങ്കിൽ അതിന്റെ ആന്റിബോഡി പ്ലാസ്മയിൽ ഉണ്ടാവും. ബിസൈഡ് ഇൻ ബ്ലഡ് സെൽസ് ഇറ്റ് പ്രസന്റ് ഇൻ ടിഷ്യൂ ഓൾസോ. സോ ബ്ലഡ് സെൽസ് കൂടാണ്ട് ടിഷ്യൂസിലും എന്തുണ്ട്, ഈ ആന്റിജൻസ് കാണാൻ പറ്റും. ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഫോൾസ് ആണ്. H ആന്റിജൻ ബോംബെ ബ്ലഡ് ഗ്രൂപ്പിൽ കാണില്ല. സോ ഇവിടെ ഞാൻ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല. എന്നാൽ നമുക്ക് H ആന്റിജനെ കുറിച്ചൊരു ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ അറിയണം അല്ലേ. അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ജസ്റ്റ് നമ്മുടെ ഈ ബ്ലഡ് ഗ്രൂപ്പ് ആന്റിജൻസ് ഉണ്ടാവല്ലോ, അതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു പിക്ചേഴ്സ് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കാം. അപ്പോൾ RBCന്റെ മുകളിലാണ് ആന്റിജൻ പ്രസന്റ് ആയിരിക്കുക എന്ന് പറഞ്ഞു. ഈ RBCന്റെ മുകളിൽ ഒരു പ്രിക്കോഴ്സർ സെൽസ് ഉണ്ടാവും. അപ്പോൾ A ആന്റിജനും B ആന്റിജനും ഈ പറഞ്ഞ H ആന്റിജനും ഒക്കെ ഫോം ചെയ്യുന്ന ഒരു പ്രിക്കോഴ്സർ സെൽസ് ഉണ്ട്, പ്രിക്കോഴ്സർ യൂണിറ്റ് ഉണ്ട്, പ്രിക്കോഴ്സർ സബ്സ്റ്റൻസ് ഉണ്ട്. സോ അതാണ് നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്ന നമ്മളൊരു ഷോർട്ട് ചെയിൻസ് ഓഫ് ഷുഗേഴ്സ് ആണ് ഈ പ്രിക്കോഴ്സർ സബ്സ്റ്റൻസസ് എന്ന് പറയും. ഒരു RBCന്റെ മുകളിൽ ഒരു ഷോർട്ട് ചെയിൻ ഓഫ് ഷുഗേഴ്സ് ഉണ്ടാവും. സോ അതിൻ്റെ മുകളിലേക്കാണ് സത്യത്തിൽ ഈ A ആന്റിജനും B ആന്റിജനും ഒക്കെ മൊത്തത്തിൽ ഫോം ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഈ പ്രിക്കോഴ്സർ സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഷോർട്ട് ചെയിൻസ് ഓഫ് ഷുഗർ ആണ്. നിങ്ങൾക്ക് ഇവിടെ കാണാം ഗ്ലൂക്കോസ്, ഗാലക്ടോസ്, എൻഎസറ്റൈൽ ഗ്ലൂക്കോസാമിൻ, ഗാലക്ടോസ് എന്ന് പറയുന്ന ഒരു ഷോർട്ട് ചെയിൻസ് ഓഫ് ഷുഗർ ആണ് വരുന്നത്. ഇത് നമ്മൾ പ്രിക്കോഴ്സർ ആണ് കേട്ടോ. ഈ പ്രിക്കോഴ്സറിലേക്ക് നമ്മൾ ഫസ്റ്റ് ഫോം ചെയ്യുന്നത് എന്താണ്? യെസ്, നോക്കാം. ഫസ്റ്റ് ഫോം ചെയ്യുന്നത് നമ്മളുടെ H ആന്റിജൻ ആണ്. കാരണം ഈ H ആന്റിജൻ ഫോം ചെയ്യണമെങ്കിൽ നമ്മളുടെ H ജീന് H ആന്റിജനെ ഫോം ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ഈ H ആന്റിജൻ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പ്രിക്കോഴ്സർ സെൽസിലേക്ക് ഈ ഫ്യൂക്കോസ് എന്ന് പറയുന്ന ഷുഗർ ആഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ H സബ്സ്റ്റൻസസ് എന്ന് പറയാം. ഈ ഫ്യൂക്കോസ് മാത്രമല്ല H സബ്സ്റ്റൻസ്, ഈ പ്രിക്കോഴ്സറും കൂടി കൂട്ടിയിട്ടുള്ള ആ മൊത്തത്തിലുള്ള ഫോമിനെയാണ് നമ്മൾ H സബ്സ്റ്റൻസ് ഓർ H ആന്റിജൻ. രണ്ടും സെയിം ആണ് കേട്ടോ. നമ്മൾ പ്രിക്കോഴ്സർ യൂണിറ്റിലേക്ക് അല്ലെങ്കിൽ പ്രിക്കോഴ്സർ സബ്സ്റ്റൻസിലേക്ക് H ജീൻ ഉണ്ടാവില്ലേ, H ജീൻ ഒരു എൻസൈംസ് ഫോം ചെയ്യും. ആ എൻസൈംസിനെയാണ് നമ്മൾ ഫ്യൂക്കോസ് ട്രാൻസ്ഫറേസ് എന്ന് പറയാം. ഈ ഫ്യൂക്കോസ് ട്രാൻസ്ഫറേസ് ആണ് സത്യത്തിൽ ഫ്യൂക്കോസിന് ഈ ഒരു നമ്മൾ നേരത്തെ പറഞ്ഞ പ്രിക്കോഴ്സർ ഓഫ് ഈ പ്രിക്കോഴ്സർ സബ്സ്റ്റൻസിലേക്ക് ഫ്യൂക്കോസിന് ആഡ് ചെയ്യുന്നത്. അപ്പൊ എങ്ങനെയാ ഫോം ചെയ്യുന്നത്? ഈ H ജീന് ABO ബ്ലഡ് ഗ്രൂപ്പ് എല്ലാവർക്കും ഉണ്ടാവും. ആ H ജീന് ഫ്യൂക്കോസ് ട്രാൻസ്ഫറേസിന് എൻസൈം പ്രൊഡ്യൂസ് ചെയ്യും. ആ എൻസൈംസ് ഈ ഫ്യൂക്കോസിനെ ഈ പ്രിക്കോഴ്സറിലേക്ക് ആഡ് ചെയ്യും. സോ അപ്പൊ ഈ ഒരു മൊത്തത്തിലുള്ളതിനെ നമ്മൾ എന്ത് പറയും? H ആന്റിജൻ എന്ന് പറയും. അപ്പൊ ഇതെല്ലാവർക്കും പ്രസന്റ് ആയിരിക്കും.
ഇനി ഇനി എ ബ്ലഡ് ഗ്രൂപ്പുകാർക്കും ബി ബ്ലഡ് ഗ്രൂപ്പുകാർക്കും ഒക്കെ എങ്ങനെയാണെന്ന് വരാം. അപ്പോൾ എച്ച് സബ്സ്റ്റൻസ് ഞാൻ പറഞ്ഞു എല്ലാവർക്കും ഉണ്ടാവും. ഈ എച്ച് സബ്സ്റ്റൻസ് എന്നാണ് ശരിക്കും എ ആന്റിജനും ബി ആന്റിജനും ഒക്കെ ഫോം ചെയ്യുന്നത്. അപ്പൊ എ ബ്ലഡ് ഗ്രൂപ്പുകാർക്കാണെങ്കിൽ എ ആന്റിജന് വേണം അല്ലെ. അപ്പം എ ആന്റിജൻ ഫോം ചെയ്യണമെങ്കിൽ നമുക്ക് എ ജീൻസ് വേണം, എ ജീൻ വേണം. ഈ എ ജീൻ എന്താ ചെയ്യുക? എച്ച് ജീൻ എല്ലാവർക്കും പ്രസന്റ് ആയിരിക്കും, എന്നാൽ എ ജീൻ ആർക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ? എ ബ്ലഡ് ഗ്രൂപ്പുകാർക്ക് മാത്രമേ പ്രസന്റ് ആയിരിക്കും. ആ എ ജീന് ഈ എൻ അസറ്റൈൽ ഗാലക്ടോസമീൻ ട്രാൻസ്ഫറേസ് എന്ന് പറയുന്ന എൻസൈംസ് ഉണ്ടാവും. അവരെന്താണ് പ്രൊഡ്യൂസ് ചെയ്യുക? സത്യത്തിൽ ഓരോ ജീൻസും അതിന്റെ എൻസൈംസ് പ്രൊഡ്യൂസ് ചെയ്തിട്ട് ആ ഒരു ഷുഗേഴ്സിനെ ഇതിലേക്ക് ആഡ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ എൻ അസറ്റൈൽ ഗാലക്ടോസമീൻ ട്രാൻസ്ഫറേസ് ഈ എൻ അസറ്റൈൽ ഗാലക്ടോസമീനെ ഈ നമ്മൾ നേരത്തെ പറഞ്ഞ എച്ച് സബ്സ്റ്റൻസിലേക്ക് ആഡ് ചെയ്യും. ഓക്കെ, എച്ച് സബ്സ്റ്റൻസിലേക്ക് ആഡ് ചെയ്യുന്ന സമയത്ത് അവിടെ എ ആന്റിജൻ ഫോം ചെയ്യും. നമുക്ക് ഓൾറെഡി അവിടെ എച്ച് ആന്റിജൻ എല്ലാവർക്കും പ്രസന്റ് ആയിരിക്കും. അതിലേക്ക് എ ജീൻ ആണ് അവർക്ക് ഉള്ളതെങ്കിൽ അവർ ഈ എൻ അസറ്റൈൽ ഗാലക്ടോസോമിൽ ട്രാൻസ്ഫറേസ് എന്ന് പറയുന്ന എൻസൈംസ് പ്രൊഡ്യൂസ് ചെയ്യും. അത് എൻ അസറ്റൈൽ ഗാലക്ടോസമിനെ ഈ എച്ച് സബ്സ്റ്റൻസിലേക്ക് ആഡ് ചെയ്തിട്ട് എ ആന്റിജൻ ഫോം ചെയ്യും. ഓക്കെ, എന്നാൽ ബി ബ്ലഡ് ഗ്രൂപ്പുകാർക്കോ? ബി ബ്ലഡ് ഗ്രൂപ്പുകാർക്കാണെങ്കിൽ അവിടെ ഉണ്ടാവുന്നത് എച്ച് സബ്സ്റ്റൻസസ് എന്തായാലും ഉണ്ടാവുമല്ലോ. സോ അവർക്ക് ഏത് ജീനായിരിക്കും പ്രസന്റ് ആയിരിക്കുക? യെസ്, ബി ജീൻസ് ആയിരിക്കും പ്രസന്റ് ആയിരിക്കുക അല്ലെ. ഈ ബി ജീന് എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? യെസ്, ഗാലക്ടോസിൽ ട്രാൻസ്ഫറേസ് എന്ന് പറയുന്ന എൻസൈംസ് പ്രൊഡ്യൂസ് ചെയ്യും. ഈ ഗാലക്ടോസിൽ ട്രാൻസ്ഫറേസ് ഗാലക്ടോസിനെ എച്ച് സബ്സ്റ്റൻസിലേക്ക് ആഡ് ചെയ്തിട്ട് ബി ആന്റിജൻ ഫോം ചെയ്യും. ഓക്കെ, സോ ഇവിടെ നമുക്ക് എച്ച് ആന്റിജൻ എല്ലാവർക്കും പ്രസന്റ് ആയിരിക്കും. ഇതിൽ ഈ എച്ച് ആന്റിജൻ കുറച്ച് എ ബ്ലഡ് ഗ്രൂപ്പുകാരുടെ കേസിലാണെങ്കിൽ കുറച്ച് എ ആന്റിജൻ ആയിട്ട് മാറും. എ ജീൻസിന്റെ എൻസൈംസ് ഉണ്ടാവും. എ എൻസൈംസ് അതിന്റെ പ്രൊഡക്റ്റിനെ എങ്ങോട്ട് ആഡ് ചെയ്യും? ഈ എച്ച് സബ്സ്റ്റൻസിലേക്ക് കുറച്ച് ആഡ് ചെയ്തിട്ട് എച്ചിനെ എ ആന്റിജൻ ആയിട്ട് കൺവേർട്ട് ചെയ്യും. അപ്പോൾ ബി ബ്ലഡ് ഗ്രൂപ്പുകാരുടെ കേസിലാണെങ്കിലും കുറച്ച് എച്ച് സബ്സ്റ്റൻസസ് ഓർ എച്ച് ആന്റിജൻ ബി ആന്റിജൻ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. സോ ഇത് ബേസിക് സ്ട്രക്ചർ ആണ്. ചിലപ്പോൾ നിങ്ങളടുത്ത് ചോദിക്കാം എച്ച് ആന്റിജന്റെ അല്ലെങ്കിൽ എച്ച് ജീന്റെ പ്രൊഡക്റ്റ് എന്താ, അല്ലെ എൻസൈംസ് എന്താണ്, അല്ലെങ്കിൽ എന്ത് പ്രൊഡക്റ്റ് ആണ് അവിടേക്ക് ആഡ് ചെയ്യുന്നത് എന്നൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കാം, അല്ല ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഞാൻ ചോദിച്ച ഏരിയ മാത്രമാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്, അതുകൊണ്ട് എല്ലാ ക്വസ്റ്റ്യൻസും ഇവിടെ ഡിസ്കസ് ചെയ്യുന്നില്ല. ഇനി നമ്മൾ എച്ച് ആന്റിജനിലേക്ക് പോവാണ്. ഞാൻ ബേസിക് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് പറഞ്ഞു. എച്ച് ആന്റിജൻ എന്ന് പറയുന്നത് അതെന്താണ്? ജസ്റ്റ് ഒരു എ ബ്ലഡ് ഗ്രൂപ്പിന്റെയും അല്ലെങ്കിൽ എ ആന്റിജന്റെയും ബി ആന്റിജനെയും പ്രിക്കോസർ ആണ് എന്ന് പറഞ്ഞാൽ ഈ എ ആന്റിജനും ബി ആന്റിജനും ഒക്കെ എവിടുന്നാണ് ഉണ്ടാവുന്നത്? എച്ച് ആന്റിജൻ എന്നാണ് ഫോം ചെയ്യുന്നത്. സോ അതിന്റെയും ബേസിക് പ്രിക്കോസറിന്റെ സ്ട്രക്ചർ ഒക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചു. ഇതിന്റെ ജനറ്റിക് ബേസിസ് എന്ന് പറയുമ്പോൾ ഈ എച്ച് ആന്റിജൻ എൻകോഡ് ചെയ്യുന്ന ജീനാണ് എച്ച് ജീൻ എന്ന് പറയുക, അല്ലെങ്കിൽ FUTA ജീൻ എന്ന് പറയുന്നത്. ഓക്കെ, ഫ്യൂക്കോസിൽ ട്രാൻസ്ഫറേസ് നമ്മൾ പറഞ്ഞില്ലേ? യെസ്. സോ എച്ച് ജീൻസ് ആണ് ഇതിനെ എൻകോഡ് ചെയ്യുന്നത്. ഈ എച്ച് ജീൻ പ്രസന്റ് ആയിരിക്കും, അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ, ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ട്. എച്ച് ജീൻസ് എവിടെയാണ് പ്രസന്റ് ആയിരിക്കുന്നത്? ക്രോമസോം നമ്പർ 19 ഈ എച്ച് ജീൻസ് പ്രസന്റ് ആയിരിക്കുന്നത്. ഓക്കെ, എച്ച് ജീൻസ് ഈ ABO ജീൻസ് പ്രസന്റ് ആയിരിക്കുന്ന ക്വസ്റ്റ്യൻസും എച്ച് ജീൻസ് പ്രസന്റ് ആയിരിക്കുന്ന ക്രോമസോം നമ്പറും ഒക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ എച്ച് ജീൻ പ്രസന്റ് ആയിരിക്കുന്ന ക്രോമസോം എന്ന് പറയുന്നത് ക്രോമസോം നമ്പർ 19 ആണ്. സോ അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന എൻസൈം ഏതായിരുന്നു? യെസ്, നമ്മൾ പറഞ്ഞു ഫ്യൂക്കോസിൽ ട്രാൻസ്ഫറൈസ് എന്ന് പറയുന്ന എൻസൈംസ് ആയിരുന്നു. സോ അത് ഫ്യൂക്കോസിനെ നമ്മൾ പ്രിക്കോസർ സബ്സ്റ്റൻസിലേക്ക് ആഡ് ചെയ്തിട്ട് എച്ച് ആന്റിജൻ ഫോം ചെയ്യായിരുന്നു ചെയ്തത്. ഓക്കെ, സോ നെക്സ്റ്റ് നമ്മൾ അതിൻ്റെ ബയോകെമിക്കൽ റോളാണ്. ഓൾറെഡി നമ്മൾ പറഞ്ഞു എച്ച് ആന്റിജൻ എന്നാണ് എ ആന്റിജനും ബി ആന്റിജനും ഫോം ചെയ്യുന്നത്. സോ അതിന് എൻകോഡ് ചെയ്യുന്നത് എ ജീൻസ് ആൻഡ് ബി ജീൻസ് ആണ്. അപ്പോൾ എ ബ്ലഡ് ഗ്രൂപ്പ് ഉള്ളവർക്കാണെങ്കിൽ ഏത് ജീൻസ് പ്രസന്റ് ആയിരിക്കും? എ ജീൻ പ്രസന്റ് ആയിരിക്കും. ഈ എ ജീൻസ് പ്രൊഡക്റ്റ് ആയിട്ട് നമ്മൾ എൻ അസറ്റൈൽ ഗാലക്ടോസമിൽ ട്രാൻസ്ഫറേസ് ഉണ്ടാവും. സോ അത് എൻ അസറ്റൈൽ ഗാലക്ടോസമീനിലെ നമ്മൾ എച്ച് സബ്സ്റ്റൻസിലേക്ക് ആഡ് ചെയ്തിട്ട് എ ആന്റിജൻ ഫോം ചെയ്യും എന്നുള്ളത്. ബി ബ്ലഡ് ഗ്രൂപ്പ് കേസിൽ ബി ജീൻസ് ഉണ്ടാവും. സോ അത് ഗാലക്ടോസിൽ ട്രാൻസ്ഫറേസിനെ പ്രൊഡ്യൂസ് ചെയ്യും.
അത് ഗാലക്ടോസിനെ എച്ച് സബ്സ്റ്റൻസിലേക്ക് ആഡ് ചെയ്തിട്ട് ബി ആന്റിജൻ ഫോം ചെയ്യുന്നു. ഞാൻ പറഞ്ഞ കാര്യം തന്നെയാണ്. ഓക്കെ, നെക്സ്റ്റ് എച്ച് ആന്റിജൻ ഡെൻസിറ്റി. ഇതൊന്ന് നോക്കി വെച്ചോളൂ, കാരണം ചിലപ്പം PSL ചോദിക്കാൻ ചാൻസ് ഉണ്ട്. കാരണം എച്ച് ആന്റിജൻ എന്ന് പറയുന്ന ആന്റിജൻ എല്ലാ ബ്ലഡ് ഗ്രൂപ്പിലും ഉണ്ടാവും. ഇപ്പൊ എ ആന്റിജൻ ആണെങ്കിലും എച്ച് ആന്റിജൻ എന്തായാലും പ്രസന്റ് ആയിരിക്കും. ഈ എച്ച് ആന്റിജൻ കുറച്ച് എ ആന്റിജൻ ആയിട്ട് കൺവേർട്ട് ചെയ്യാണ് അല്ലേ. അപ്പം അതുപോലെ ബി ബ്ലഡ് ഗ്രൂപ്പ് എടുക്കുകയാണെങ്കിൽ ഒ ബ്ലഡ് ഗ്രൂപ്പിന്റെ കേസിൽ എച്ച് ആന്റിജൻ എയും ബിയും ആയിട്ട് കൺവേർട്ട് ചെയ്യാത്തതുകൊണ്ട് കുറേ എച്ച് ആന്റിജൻ ഉണ്ടാവും. എന്റെ കേസിൽ കുറച്ച് എ ആയിട്ട് മാറുന്നുണ്ട്, ബിന്റെ കേസിൽ ബി ആയിട്ട് മാറുന്നുണ്ട്. പക്ഷെ ഓന്റെ കേസിൽ എയും ബിയും ആവാത്തത് കൊണ്ട് കുറേ എച്ച് ആന്റിജൻസ് പ്രസന്റ് ആയിരിക്കും എന്നുള്ളത് നമുക്കറിയാം. അപ്പം അതിന്റെ ഡെൻസിറ്റി എത്രത്തോളം എച്ച് ആന്റിജൻ ഈ എ ബ്ലഡ് ഗ്രൂപ്പുകാരുടെ കേസിലും ബി ബ്ലഡ് ഗ്രൂപ്പുകാരുടെ കേസിലും പ്രസന്റ് ആണ് എന്നാണ് നമ്മൾ നോക്കുന്നത്. സോ അതിൽ ഫസ്റ്റ് ഏറ്റവും കൂടുതൽ എച്ച് ആന്റിജൻ പ്രസന്റ് ആർക്കായിരിക്കും? നമ്മൾ പറഞ്ഞു ഒ ബ്ലഡ് ഗ്രൂപ്പിന്റെ കേസിലായിരിക്കും. ഓക്കെ, ഒ ബ്ലഡ് ഗ്രൂപ്പിന്റെ കേസിലാണ്. ദാറ്റ് വേരീസ് ബൈ ബ്ലഡ് ഗ്രൂപ്പ്. ഹയസ്റ്റ് കോൺസെൻട്രേഷൻ ഈസ് ഒ ബ്ലഡ് ഗ്രൂപ്പ് ആണ്. ലെസ് കോൺസെൻട്രേഷൻ ലെസ് ഇൻ A2 ഗ്രേറ്റർ ദാൻ ബി ഗ്രേറ്റർ ദാൻ A1 ഗ്രേറ്റർ ദാൻ AB എന്നുള്ള കേസിലാണ്. അതായത് നമ്മൾ O കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ആർക്കായിരിക്കും? A2ലായിരിക്കും, പിന്നെ വരുന്നത് ബിയിലായിരിക്കും, പിന്നെ വരുന്നത് A1ലായിരിക്കും, അത് കഴിഞ്ഞിട്ട് AB-ലായിരിക്കും. നമുക്കറിയാം ഏറ്റവും കൂടുതൽ കോൺസെൻട്രേഷൻ ഓലായിരിക്കും, ഏറ്റവും കുറവ് AB-ലും ആയിരിക്കും. എന്തുകൊണ്ടായിരിക്കും AB-ലാവുന്നത്? കാരണം എച്ച് ആന്റിജൻ എയും ബിയും ആയിട്ട് മാറുന്നുണ്ട് അല്ലേ. സോ AB ബ്ലഡ് ഗ്രൂപ്പിൽ എ ആന്റിജനും ആയിട്ട് മാറുന്നുണ്ട്, ബി ആന്റിജനും ആയിട്ട് മാറുന്നുണ്ട്. അപ്പോൾ ബാക്കിയുള്ള എച്ച് കുറച്ചേ ഉണ്ടാവുള്ളൂ. അപ്പൊ ഈ ഒരു ഓർഡർ പഠിച്ചവർക്ക് ഏറ്റവും കൂടുതൽ ഓയും പിന്നെ A2ല്. കാരണം എ ബ്ലഡ് ഗ്രൂപ്പിന് 2 സബ് ഗ്രൂപ്പ് വരുന്നുണ്ട്, A1ഉം A2ഉം വരുന്നുണ്ട്. സോ അതിൽ A1 ആണ് മോസ്റ്റ് കോമൺ ആയിട്ട് വരുന്നത്. അത് എച്ച് ആന്റിജനെ കുറേ എ ആയിട്ട് മാറ്റുന്നുണ്ട്. എന്നാൽ A2 അത്രത്തോളം ഇല്ല. അതുകൊണ്ട് O കഴിഞ്ഞാൽ പിന്നെ A2ലാണ് എച്ച് ആന്റിജൻ കൂടുതലുള്ളത്, പിന്നെ ബിയില്, പിന്നെ A1ല്, പിന്നെ AB-ല്. ഏറ്റവും ലീസ്റ്റ് ആയിട്ട് എച്ച് ആന്റിജൻ പ്രസന്റ് ചെയ്തില്ലാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ AB-ലാണ്. കാരണം അവിടെ എച്ച് സബ്സ്റ്റൻസ് എയും ബി. നെക്സ്റ്റ് അതിന്റെ ഡിറ്റക്ഷൻസ് ആണ് നമുക്ക് നോക്കാനുള്ളത്. ഇപ്പൊ നമുക്ക് എച്ച് ആന്റിജനെ ഡിറ്റക്ട് ചെയ്യാൻ ആന്റി എച്ച് ലെക്റ്റിൻ ഉണ്ട്. സോ ഇത് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നത് യൂലെക്സ് യൂറോപ്പിയസ് എന്നാണ്. സോ അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ എച്ച് ആന്റിജൻ എവിടെയായിരിക്കും ഉണ്ടാവുന്നത്? ഒ ബ്ലഡ് ഗ്രൂപ്പിലാണ്. അപ്പോൾ ഒ ബ്ലഡ് ഗ്രൂപ്പുകാരെ നമ്മൾ ആന്റി എച്ച് ലെക്റ്റിനായിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് സ്ട്രോങ് അഗ്ലൂട്ടിനേഷൻ കിട്ടും, കാരണം അവിടെ കൂടുതൽ എച്ച് ആന്റിജൻ ഉണ്ട്. എന്നാൽ A1ന്റെ കേസിൽ A1 ബ്ലഡ് ഗ്രൂപ്പുകാർക്ക് എച്ച് ആന്റിജനായിട്ട് കുറവായിരിക്കും. അപ്പോൾ നമ്മൾ ഈ ആന്റി എച്ച് ലെക്റ്റിനായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീക്ക് അഗ്ലൂട്ടിനേഷൻ ആയിരിക്കും കിട്ടുന്നത്, കാരണം അവിടെ എച്ച് കുറവായിരിക്കും. കാരണം ഓൾമോസ്റ്റ് അധിക എച്ച് ആന്റിജനെയും അവർ A1 ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ടാവും. സോ അതുകൊണ്ട് A1ന്റെ കേസിൽ വീക്ക് അഗ്ലൂട്ടിനേഷനും ഓന്റെ കേസിൽ സ്ട്രോങ് അഗ്ലൂട്ടിനേഷനാണ് ചെയ്യുന്നത്. ഈ എച്ച് ആന്റിജനെ ഡിറ്റക്ട് ചെയ്യാനാണ് ആന്റി എച്ച് ലെക്റ്റിനെ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി ഇതിന്റെ ഇമ്പോർട്ടൻസ് വരുന്നത് നമ്മളെ ബോംബെ ബ്ലഡ് ഗ്രൂപ്പിലാണ്. ഈ ബോംബെ ബ്ലഡ് ഗ്രൂപ്പ് എന്ന് പറയുന്ന അവരുടെ ഫിനോടൈപ്പ് എച്ച് സ്മോൾ എച്ച് ആയിരിക്കും. സോ അവിടെ എച്ച് ജീന് ആബ്സെന്റ് ആയിരിക്കും. അതുകൊണ്ട് നമുക്ക് എച്ച് ആന്റിജൻ ഉണ്ടാവില്ല, എച്ച് സബ്സ്റ്റൻസ് ഉണ്ടാവില്ല. എച്ച് ആന്റിജൻ ഇല്ലെങ്കിൽ പിന്നെ എ ആന്റിജൻ ഉണ്ടാവുമോ? എ ആന്റിജനും ഉണ്ടാവില്ല. ബി ആന്റിജൻ ഉണ്ടാവുമോ? ബി ആന്റിജനും ഉണ്ടാവില്ല. അപ്പോൾ എച്ച് ആന്റിജനും ഇല്ല, എ ആന്റിജനും ഇല്ല, ബി ആന്റിജനും ഇല്ലെങ്കിൽ അവർക്ക് ബോംബെ ബ്ലഡ് ഗ്രൂപ്പ് ആണെന്ന് പറയാം. നമ്മൾ ഒ ബ്ലഡ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? ഓയും ബോംബെയും തമ്മിലുള്ള വ്യത്യാസം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒ ബ്ലഡ് ഗ്രൂപ്പിൽ എച്ച് ആന്റിജൻ പ്രസന്റ് ആണ്. ഒ ബ്ലഡ് ഗ്രൂപ്പ് എടുക്കുമ്പോൾ എച്ച് ആന്റിജൻ പ്രസന്റ് ആണ്, എയും ഇല്ല, ബിയും ഇല്ല. ഓക്കെ, പക്ഷേ ബോംബെ ബ്ലഡ് ഗ്രൂപ്പ് എടുക്കുമ്പോൾ എച്ച് ആന്റിജൻ ഇല്ല, പിന്നെ എയും ബിയും എന്തായാലും ഉണ്ടാവില്ല അല്ലെ. സോ അതാണ് ബോംബെ ബ്ലഡ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് അവരുടെ സെറം എടുത്തു കഴിഞ്ഞാൽ സെറത്തിൽ ഏതൊക്കെ ആന്റിബോഡി ഉണ്ടാവും? ആന്റി എ എന്തായാലും ഉണ്ടാവും, ആന്റി ബിയും ഉണ്ടാവും, ആന്റി എച്ചും കാണും. ഒ ബ്ലഡ് ഗ്രൂപ്പുകാർക്ക് എന്തായിരിക്കും? ആന്റി എയും ആന്റി ബിയും മാത്രമേ ഉള്ളൂ, ആന്റി എച്ച് ഉണ്ടാവുമോ? ഇല്ല. പക്ഷേ ബോംബെ ബ്ലഡ് ഗ്രൂപ്പുകാർക്ക് ആന്റി എച്ചും ഉണ്ടാവും. സോ അതാണ് ബോംബെ ബ്ലഡ് ഗ്രൂപ്പിന്റെ പ്രത്യേകത.
എച്ച് ആൻറ്റിജൻ പ്രസൻ്റ് ആയിരിക്കില്ല, പക്ഷേ അവരുടെ ആൻറ്റിബോഡി എച്ച് ആൻറ്റിബോഡി പ്രസൻ്റ് ആയിരിക്കും. സോ അതുകൊണ്ട് അവർക്ക് ബോംബെ ബ്ലഡ് ഗ്രൂപ്പ് ഉള്ള ബ്ലഡ് മാത്രമേ റിസീവ് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് ബോംബെ ബ്ലഡ് ഗ്രൂപ്പ് ഉള്ളവർക്ക് ആ സെയിം ബ്ലഡ് ഗ്രൂപ്പ് ഉള്ള ബ്ലഡ് മാത്രമേ റിസീവ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം എന്താണ്? എല്ലാ ബ്ലഡ് ഗ്രൂപ്പിലും എച്ച് ആൻറ്റിജൻ പ്രസൻ്റ് ആയിരിക്കും. ബോംബെക്കാർക്ക് എച്ച് ആൻറ്റിബോഡിയും ഉണ്ടാവും. അപ്പോൾ ഏത് ബ്ലഡ് ഗ്രൂപ്പ് സ്വീകരിച്ചാലും ഈ എച്ച് ആൻറ്റിബോഡി എച്ച് ആൻറ്റിജനായിട്ട് റിയാക്ട് ചെയ്യില്ലേ. അതുകൊണ്ട് അവർക്ക് ബോംബെ ബ്ലഡ് ഗ്രൂപ്പിൽ ഉള്ളവരെ ബ്ലഡ് മാത്രമേ റിസീവ് ചെയ്യാൻ പറ്റൂ. ഓക്കെ, ഇനി നെക്സ്റ്റ് പാരാ ബോംബെ ഫിനോടൈപ്പ് എന്ന് പറയുന്ന ഒരു ഫോം ഉണ്ട്. അതായത് എച്ച് എച്ച് ആണ്, ബട്ട് സെക്രീറ്റേഴ്സ് ആണ്. സെക്രീറ്റേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ എസ് സി ജീൻ, ക്യാപിറ്റൽ എസ് സി ജീൻസ് പ്രസൻ്റ് ആയിരിക്കും. കാരണം ഈ ആൻറ്റിജൻസ് നമ്മൾ സെക്രീഷൻസിലും കാണും ചിലത്. സോ അതിനെ എൻകോഡ് ചെയ്യുന്ന ജീനാണ് ഈ ക്യാപിറ്റൽ എസ് സി ജീൻസ് എന്ന് പറയുന്നത്. സോ ഇവിടെ എങ്ങനെ ആയിരിക്കും? ലിറ്റിൽ ഓർ നോ എച്ച് ആൻറ്റിജൻ ഓൺ ആർ ബി സി. ഒന്നെങ്കിൽ എച്ച് ആൻറ്റിജനേ ഇല്ല, അല്ലെങ്കിൽ കുറച്ച് എച്ച് ആൻറ്റിജൻ ഉണ്ടാവും. ട്രേസ് എച്ച് എ ബി ഇൻ സെക്രീഷൻസ്. പക്ഷേ എന്താണ്? ചെറിയ എമൗണ്ടിൽ എച്ച് ആൻറ്റിജൻസും എ ആൻറ്റിജനും ബി ആൻറ്റിജനും സെക്രീഷൻസിൽ കാണും. ഓക്കെ, അപ്പോൾ എന്താണെന്ന് വെച്ചാൽ പാരാ ബോംബെ ബ്ലഡ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ആർ ബി സിൻ്റെ മുകളിൽ ചിലപ്പോൾ എച്ച് ആൻറ്റിജൻ പ്രസൻ്റ് ആയിരിക്കില്ല, പക്ഷേ സെക്രീഷൻസിൽ എച്ച് ആൻറ്റിജനും എ ആൻറ്റിജനും ബി ആൻറ്റിജനും ഒരു ലിറ്റിൽ ട്രേസ് എമൗണ്ട്സിൽ കാണുന്നു. അതിനാണ് പാരാ ബ്ലഡ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് കേട്ടോ. വീക്ക് റിയാക്ഷൻസ് ആയിരിക്കും നമുക്കിവിടെ കിട്ടുന്നത്. ഇനി സെക്രീറ്ററി ജീൻസ്. സെക്രീറ്ററി ജീൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു, നമ്മൾ ഈ എ ആൻറ്റിജനും ബി ആൻറ്റിജനും എച്ച് ആൻറ്റിജനും സെക്രീഷൻസിൽ ചിലതിൽ കാണും. നമ്മൾ സലൈവ പോലെയുള്ള സെക്രീഷൻസിൽ കാണും. അതിനെ എൻകോഡ് ചെയ്യുന്ന ജീനാണ് ഈ ക്യാപിറ്റൽ എസ് സി ജീൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ക്യാപിറ്റൽ എസ് സി, ക്യാപിറ്റൽ എസ് സിഒ, ക്യാപിറ്റൽ എസ് സി, സ്മോൾ എസ് സിഒ ആണ് അവരുടെ അലീലെങ്കിൽ അവർ സെക്രീറ്റേഴ്സ് ആണ്. എന്നാൽ സ്മോൾ എസ് സി ആണ് അവരുടെ അലിയിൽ വരുന്നതെങ്കിൽ അവർ നോൺ സെക്രീറ്റേഴ്സും ആയിരിക്കും എന്നുള്ളത് നോട്ട് ചെയ്യാം. ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കാട്ടോ, ക്യാപിറ്റൽ എസ് സി ഇവർ സെക്രീറ്റർ ആണോ നോൺ സെക്രീറ്റർ ആണോ, അല്ലെങ്കിൽ ക്യാപിറ്റൽ എസ് സി സ്മോൾ എസ് സി ഇവർ സെക്രീറ്റർ ആണോ നോൺ സെക്രീറ്റർ ആണോ എന്നൊക്കെ ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് വരാം. സോ ഇതാണ് മെയിൻലി നമുക്ക് വരുന്നത്. ഇപ്പോൾ ഈ എച്ച് ആൻറ്റിജൻ്റെത് ബോംബെ ബ്ലഡ് ഗ്രൂപ്പ് ഇൻഡിവിജ്വൽസിൽ ഇമ്പോർട്ടൻസ് വരുന്നുണ്ട്. കാരണം അവർക്ക് ഒരിക്കലും ഓ ബ്ലഡ് ഗ്രൂപ്പ് സ്വീകരിക്കാൻ പറ്റില്ല, ബോംബെ ബ്ലഡ് ഗ്രൂപ്പ് മാത്രമേ സ്വീകരിക്കാൻ പറ്റുള്ളൂ എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻ്റ് ആണ്. ഈ എച്ച് ആൻറ്റിജനെ കുറിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. എച്ച് ആൻറ്റിജൻ ആയിരുന്നു ക്വസ്റ്റ്യൻ. അതിൽ നിന്ന് നമ്മൾ ബേസിക് ആയിട്ടുള്ള ബയോകെമിക്കൽ ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് പഠിച്ചു, എച്ച് ആൻറ്റിജനെ കുറിച്ച് കൂടുതലായിട്ട് ഡീറ്റെയിൽസും പഠിച്ചു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Name the subgroup of B blood group. Option A, B1 and B2. Option B, BX and BM. Option C, both A and B. Option D, none of the above. Both A and B എന്നാണ് C ഓപ്ഷൻ കേട്ടോ. കറക്റ്റ് ആൻസർ എന്താണ്? BX and BM എന്നുള്ളതാണ്. അതായത് നമുക്ക് ബ്ലഡ് ഗ്രൂപ്പ്സിന്, അതായത് എ ബ്ലഡ് ഗ്രൂപ്പും ബി ബ്ലഡ് ഗ്രൂപ്പിനും സബ് ഗ്രൂപ്പ്സ് വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് എ ബ്ലഡ് ഗ്രൂപ്പ് ആണെങ്കിൽ അതിൽ തന്നെ നമുക്ക് A1 ബ്ലഡ് ഗ്രൂപ്പ് ആവാം, അല്ലെങ്കിൽ A2 ബ്ലഡ് ഗ്രൂപ്പ് ആവാം, അല്ലെങ്കിൽ ചിലപ്പോൾ A3, AM, AN, AL, AX എന്നൊക്കെ പറഞ്ഞ് ഡിഫറെൻറ്റ് ബ്ലഡ് ഗ്രൂപ്പ് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എ ബ്ലഡ് ഗ്രൂപ്പിൻ്റെ സബ് ഗ്രൂപ്പ്സ് ആണ് നമ്മൾ ഫസ്റ്റ് നോക്കും. അപ്പോൾ എ ബ്ലഡ് ഗ്രൂപ്പിൻ്റെ ഫസ്റ്റ് സബ് ഗ്രൂപ്പാണ് A1 എന്ന് പറയുന്നത്. സോ കോമൺ ആയിട്ട് എല്ലാവർക്കും ഉണ്ടാവുന്നത് A1 ആയിരിക്കാം. അപ്പോൾ എനിക്ക് എ ബ്ലഡ് ഗ്രൂപ്പ് ആണെങ്കിൽ അതിൽ തന്നെ A1 ആയിരിക്കാം ചിലപ്പം, അല്ലെങ്കിൽ ചിലപ്പോൾ A2 ആയിരിക്കാം. അപ്പോൾ കോമൺ ആയിട്ട് കോമൺലി കാണുന്നത് A1 ആണ്. അപ്പോൾ നമ്മൾ A1 ആണ് എൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് എങ്കിൽ, എ ബ്ലഡ് ഗ്രൂപ്പിൽ തന്നെ A1 ആണെങ്കിൽ ആൻറ്റി A1 ആയിട്ട് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്ട്രോങ് അഗ്ലൂട്ടിനേഷൻ കിട്ടും. എന്താ A2 ആണെങ്കിൽ ഈ A1ൻ്റെ ഒരു പ്രത്യേകതയും കൂടി എന്താന്ന് പറഞ്ഞാൽ, ഈ എച്ച് ആൻറ്റിജൻ നമ്മൾ പറഞ്ഞു, എച്ച് ആൻറ്റിജൻ കൂടുതലായിട്ട് A1 ആയിട്ട് മാറുന്നുണ്ട്. ഇപ്പോൾ A1 ബ്ലഡ് ഗ്രൂപ്പ് ആണെങ്കിൽ ഏകദേശം കുറേ എച്ച് ആൻറ്റിജനെ അവർ A1 ആക്കി മാറ്റും. എന്നാൽ A2 ബ്ലഡ് ഗ്രൂപ്പ് ആണ് എനിക്കെങ്കിൽ അത്രത്തോളം എച്ച് ആൻറ്റിജൻ്റെ കൺവേർഷൻ A2 ആയിട്ട് മാറുന്നില്ല. ഓക്കെ, അപ്പോൾ കുറച്ച് എച്ച് ആൻറ്റിജൻ മാത്രമേ A2 ആയിട്ട് മാറുന്നുള്ളൂ. A1ൻ്റെ കേസിൽ ഏകദേശം ഓൾമോസ്റ്റ് എല്ലാ എച്ച് ആൻറ്റിജനും A1 ആയിട്ട് മാറുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ്. സോ A2 ഉള്ളവർക്ക് ചിലപ്പം
അവരുടെ ബ്ലഡ് ഗ്രൂപ്പിൽ anti-A1 കാണാറുണ്ട്. ഓക്കെ, ഇപ്പൊ A2 ബ്ലഡ് ഗ്രൂപ്പ് ഉള്ളവർക്ക് അവരുടെ ബ്ലഡ് ഗ്രൂപ്പിൽ പ്ലാസ്മയിൽ എന്ത് കാണാറുണ്ട്? anti-A1 കാണാം. പിന്നെ A1ഉം A2ഉം അല്ലാണ്ട് A3, AM, AND, AEL, AX ഇതെല്ലാം റെയർ ആയിട്ട് വരുന്ന വേരിയൻസ് ആണ്. അതൊന്നും നോട്ട് ചെയ്ത് വെച്ചോളൂ. ഇപ്പൊ ബി ബ്ലഡ് ഗ്രൂപ്പിനെ ചോദിച്ച പോലെ ചിലപ്പോൾ എന്ത് ചോദിക്കാം? എ ബ്ലഡ് ഗ്രൂപ്പിനെയും ചോദിക്കാം. ഇനി ബി ബ്ലഡ് ഗ്രൂപ്പിൻ്റെതാണ് നമുക്ക് വരുന്നത്. ബി ആൻറ്റിജന്റെ വീക്കർ എക്സ്പ്രഷൻ ആണ് BM, അതുപോലെ BX, B3, BEL ഒക്കെ നമുക്ക് എന്താണ്? ബി ബ്ലഡ് ഗ്രൂപ്പിന്റെ സബ് ഗ്രൂപ്പ്സ് ആയിട്ട് വരുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The locus of genes of ABO system is on chromosome number 1, chromosome number 9, chromosome number 4 or none of the above. ഏതാണ് കറക്റ്റ് ആൻസർ? ABO ബ്ലഡ് ഗ്രൂപ്പ് സിസ്റ്റത്തിന്റെ ക്രോമസോം ജീൻസ് പ്രസന്റ് ആയിരിക്കുന്നത് ഏത് ക്രോമസോമിലാണ്? യെസ്, ക്രോമസോം നമ്പർ 9ലാണ്. നമ്മൾ നേരത്തെ H ആൻഡ് ABO ബ്ലഡ് ഗ്രൂപ്പിന്റെ ജീൻസ് 9ലാണ്. എന്നാൽ H ജീൻസ് പ്രസന്റ് ആയിരിക്കുന്നത് എവിടെയായിരുന്നു എന്ന് പറഞ്ഞു? യെസ്, ക്രോമസോം നമ്പർ 19ലാണ്. ഓക്കെ, അതുപോലെ തന്നെ നമ്മളെ MNS ഗ്രൂപ്പ്, ഇതൊക്കെ മൈനർ ബ്ലഡ് ഗ്രൂപ്പ് സിസ്റ്റം ആണ്. ABO ബ്ലഡ് ഗ്രൂപ്പ് സിസ്റ്റം ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ജസ്റ്റ് ഈ ഒരു ക്രോമസോം നമ്പർ പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഇത് ഇവിടെ ആഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ. MNS ബ്ലഡ് ഗ്രൂപ്പ് സിസ്റ്റത്തിൽ ക്രോമസോം നമ്പർ 4ഉം P ബ്ലഡ് ഗ്രൂപ്പ് സിസ്റ്റത്തിൻ്റെത് ക്രോമസോം നമ്പർ 22, RH ബ്ലഡ് ഗ്രൂപ്പ് സിസ്റ്റത്തിൻ്റെത് ക്രോമസോം നമ്പർ 1. ഏത് വേണമെങ്കിലും എക്സാമിന് ചോദിക്കാം കേട്ടോ. ഓക്കെ, ലുത്തറാൻ ബ്ലഡ് ഗ്രൂപ്പ് സിസ്റ്റത്തിൻ്റെത് ക്രോമസോം നമ്പർ 19, കൽ ബ്ലഡ് ഗ്രൂപ്പ് സിസ്റ്റം ആണെങ്കിൽ ക്രോമസോം നമ്പർ 7, ലൂയിസ് ബ്ലഡ് ഗ്രൂപ്പ് സിസ്റ്റം ആണെങ്കിൽ ക്രോമസോം നമ്പർ 19, ഡുഫി ബ്ലഡ് ഗ്രൂപ്പ് സിസ്റ്റം ആണെങ്കിൽ ക്രോമസോം നമ്പർ 1, കിഡ് ബ്ലഡ് ഗ്രൂപ്പ് സിസ്റ്റം ആണെങ്കിൽ ക്രോമസോം നമ്പർ 18. സോ ഇതാണ് നമ്മൾ ഓരോ ബ്ലഡ് ഗ്രൂപ്പ് സിസ്റ്റത്തിന്റെ ക്രോമസോം ലൊക്കേഷൻ എന്ന് പറയാം. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാലോ. False negative result in ABO blood group system occurred due to option A, excessive centrifugation in tube method, option B, dust or detergent present in slide or tube, option C, antisera contaminated with another antibody, option D, prozone and postozone phenomena. ഓൾറെഡി ഇവിടെ ആൻസർ കൊടുത്തിട്ടുണ്ട്, പ്രോസോൺ ആൻഡ് പോസ്റ്റസോൺ ഫിനോമിന. അതായത് ABO ബ്ലഡ് ഗ്രൂപ്പ് സിസ്റ്റം ചെയ്യുമ്പോൾ ഫാൾസ് നെഗറ്റീവ് റിസൾട്ട്. ഫാൾസ് നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ? ശരിക്കും പോസിറ്റീവ് റിസൾട്ട് ആണ് കിട്ടേണ്ടത്, പക്ഷെ നമുക്ക് കിട്ടിയിരിക്കുന്ന റിസൾട്ട് എങ്ങനെയാണ്? നെഗറ്റീവ് ആയിട്ടാണ് കിട്ടിയിരിക്കുന്നത്. അതിനാണ് ഫാൾസ് നെഗറ്റീവ് റിസൾട്ട് എന്ന് പറയുന്നത്. ഓക്കെ, സോ അങ്ങനെ കിട്ടുന്നത് പ്രോസോൺ ആൻഡ് പോസ്റ്റസോൺ ഫിനോമിന. സോ ഇവിടെ ഇത് മാത്രമല്ല, പല കേസിലും നമുക്ക് ഫാൾസ് നെഗറ്റീവ് റിസൾട്ടും ഫാൾസ് പോസിറ്റീവ് റിസൾട്ടും കിട്ടുന്നുണ്ട്. അങ്ങനെയുള്ള കുറച്ച് എക്സാമ്പിൾസ് ആണ്. അപ്പോൾ നമ്മൾ ABO ബ്ലഡ് ഗ്രൂപ്പിംഗ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫാൾസ് നെഗറ്റീവ് റിസൾട്ട് കിട്ടുന്ന ഒരു കേസാണ് ഈ പ്രോസോൺ ഫിനോമിന എന്ന് പറയാം. പ്രോസോൺ എന്ന് പറഞ്ഞാൽ എക്സസ് ആൻറ്റിബോഡി. നമ്മളിപ്പോൾ ട്യൂബ് മെത്തേഡ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഇത്ര എമൗണ്ട് ഓഫ് ആൻറ്റിബോഡിക്ക് ഇത്ര പ്രൊപ്പോർഷൻ ഓഫ് ആൻറ്റിജൻ എന്ന് നമ്മൾ പഠിക്കാറുണ്ട് അല്ലേ? സോ എന്നാൽ അവിടെ ആൻറ്റിബോഡി കൂടിപ്പോയി, നമുക്ക് തോന്നിയ പോലെ നമ്മൾ ആൻറ്റിസെറ ആഡ് ചെയ്തു, തോന്നിയ പോലെ നമുക്ക് സെൽ സസ്പെൻഷൻ ആഡ് ചെയ്യാൻ പറ്റില്ല ഒരിക്കലും. അപ്പോൾ കറക്റ്റ് എമൗണ്ട് അല്ലെങ്കിൽ കറക്റ്റ് റേഷ്യൂസ് ഉണ്ട്. സോ അവിടെ വേരിയേഷൻസ് വരുമ്പോൾ ഫാൾസ് നെഗറ്റീവ് റിസൾട്ട് വരും. അപ്പോൾ പ്രോസോൺ എന്ന് പറയുമ്പോൾ ആൻറ്റിബോഡി എക്സസ് ആവാണ്. എക്സസ് ആയിട്ട് ആൻറ്റിബോഡി നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ലാറ്റിസ് ഫോർമേഷൻസ് ഉണ്ടാവും. സോ വിസിബിൾ ആയിട്ട് നമുക്ക് അഗ്ലൂട്ടിനേഷൻ അവിടെ കാണാൻ പറ്റില്ല. പോസ്റ്റസോൺ ഫിനോമിന എന്ന് പറഞ്ഞാലോ അവിടെ എക്സസ് ആൻറ്റിജൻ ആണ്. എക്സസ് ആൻറ്റിജൻ നമ്മൾ ആഡ് ചെയ്താലും നമുക്ക് അവിടെ കൃത്യമായിട്ടുള്ള ആൻറ്റിബോഡി ബൈൻഡിങ് നടക്കാണ്ട് നമുക്ക് എന്ത് ചെയ്യും? അഗ്ലൂട്ടിനേഷൻ കാണാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ഈ രണ്ട് കേസിലും നമുക്ക് ഫാൾസ് നെഗറ്റീവ് റിസൾട്ട് ആണ് കിട്ടുന്നത്. അതേപോലെ തന്നെ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ആൻറ്റിസെറ ആണ് നമ്മൾ യൂസ് ചെയ്തത്. നമ്മൾ യൂസ് ചെയ്യുന്ന ആൻറ്റി ബി ഒക്കെ ഇല്ലേ, അത് കണ്ടാമിനേറ്റഡ് ആണെങ്കിൽ ചിലപ്പോൾ ഫാൾസ് പോസിറ്റീവ് റിസൾട്ട്സ് ഉണ്ടാവാം. കാരണം എന്താണ്? അതിൽ തന്നെ ആൻറ്റിബോഡീസ് നമുക്ക് കാണാത്ത ആൻറ്റിബോഡീസും കാര്യങ്ങളും ഉണ്ടാവാം. സോ അത് അപ്രോപ്രിയേറ്റ് ആയിട്ട് റിയാക്ട് ചെയ്തിട്ട് അഗ്ലൂട്ടിനേഷൻസ് ഉണ്ടാക്കാം. അപ്പോൾ കണ്ടാമിനേറ്റഡ് ആൻറ്റിസെറ ഉണ്ടെങ്കിൽ ഫാൾസ് പോസിറ്റീവ് റിസൾട്ട് ഉണ്ടാവാം. ഇനി മര്യാദയ്ക്ക് സെൻട്രിഫ്യൂജ് ചെയ്തില്ല, അണ്ടർ സെൻട്രിഫിക്കേഷൻ ആണ്, അപ്പോൾ മര്യാദയ്ക്ക് സെറ്റിൽ ആവില്ല, അപ്പോൾ ഫാൾസ് നെഗറ്റീവ് റിസൾട്ട് ഉണ്ടാവുക. അഗ്ലൂട്ടിനേഷൻ മര്യാദയ്ക്ക് കാണാത്ത സെറ്റിൽ ആവാത്ത പ്രശ്നംസ് വരാം. ഇനി അതുപോലെ തന്നെ വീക്ക് ആയിട്ടുള്ള ആൻറ്റിസെറ,
മര്യാദയ്ക്ക് നല്ല ആന്റിസർ അല്ല യൂസ് ചെയ്തത്, അപ്പോഴും ഫാൾസ് നെഗറ്റീവ് റിസൾട്ട് ഉണ്ടാവില്ലേ? അത് അല്ലെങ്കിൽ ഡേറ്റ് എക്സ്പയർ ആയിട്ടുള്ളത് അല്ലെങ്കിൽ വീക്ക് ആയിട്ടുള്ള ആന്റിസറെ യൂസ് ചെയ്താൽ മര്യാദയ്ക്ക് റിയാക്ഷൻസ് നടക്കില്ല, ഫാൾസ് നെഗറ്റീവ് റിസൾട്ട് ഉണ്ടാവാം. അതുപോലെ ഇൻകംപ്ലീറ്റ് വാഷിംഗ് ഇൻ റിവേഴ്സ് ഗ്രൂപ്പ്. ഇപ്പൊ റിവേഴ്സ് ഗ്രൂപ്പിങ്ങിന്റെ സമയത്ത് നമ്മൾ സെൽസ് വാഷ് ചെയ്യണം അല്ലേ? സോ ഇൻകംപ്ലീറ്റ് ആയിട്ടാണ് വാഷ് ചെയ്ത് എങ്കിൽ നമുക്ക് എന്ത് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്? ഫാൾസ് പോസിറ്റീവ് റിസൾട്ട് ഉണ്ട്. കാരണം നമ്മൾ റെസിഡ്വൽ സെറത്തിൽ ഉള്ള പ്രോട്ടീൻസും കാര്യങ്ങളും നോൺ സ്പെസിഫിക് ആയിട്ടുള്ള റിയാക്ഷൻസ് കോസ് ചെയ്തിട്ട് നമ്മൾ മര്യാദയ്ക്ക് വാഷ് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് ഫാൾസ് പോസിറ്റീവ് റിസൾട്ട് കിട്ടാനുള്ള സാധ്യത വരുന്നുണ്ട്. ഇനി കോൾഡ് അഗ്ലൂട്ടിനിൻസ്. കോൾഡ് അഗ്ലൂട്ടിൻ എന്ന് പറഞ്ഞാൽ അഗ്ലൂട്ടിനേഷൻ ഒക്കർ ഡ്യൂ ടു ഓട്ടോ ആന്റിബോഡീസ് അറ്റ് റൂം ടെമ്പറേച്ചർ. അപ്പോൾ നമ്മൾ ഈ ഓട്ടോ ആന്റിബോഡീസ് നമുക്ക് എന്തുണ്ടാക്കും? ഫാൾസ് പോസിറ്റീവ് റിസൾട്ട് ഉണ്ടാക്കാനുള്ള ചാൻസസ് ഉണ്ട്. അതുപോലെ ഓട്ടോ ആന്റിബോഡീസ് ഓട്ടോ ഇമ്മ്യൂൺ ഹീമോലൈറ്റിക് അനീമിയയിലൊക്കെ എന്തുണ്ടാക്കാനുള്ള ചാൻസ് ഉണ്ട്? ഫാൾസ് പോസിറ്റീവ് റിസൾട്ട് റിസൾട്ട് ഉണ്ട്. കാരണം ഓൾറെഡി കറക്റ്റ് ആയിട്ടുള്ള ABO ബ്ലഡ് ഗ്രൂപ്പിംഗ് സിസ്റ്റം നമുക്ക് കിട്ടാതെ വരും. പിന്നെ ടെക്നിക്കൽ എറേഴ്സുകൾ നമുക്ക് വരാം. അപ്പം ലാബലിങ്ങിന്റെ സമയത്ത് നമുക്ക് റോങ് ആയിട്ടുള്ള റിയേജൻസ് ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഫാൾസ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് റിസൾട്ടുകൾ നമുക്ക് കിട്ടാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, ഫാൾസ് പോസിറ്റീവ് കിട്ടാനും ഫാൾസ് നെഗറ്റീവ് കിട്ടാനുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, Bombay blood group system individual may have following antibody except option A anti-A, option B anti-B, option D anti-H, option D anti-O. കറക്റ്റ് ആൻസർ ഏതാണ്? യെസ്, ആന്റി-O ആണ് അല്ലേ? അതായത് ബോംബെ ബ്ലഡ് ഗ്രൂപ്പ് ഓൾറെഡി നമ്മൾ നേരത്തെ പറഞ്ഞു ആന്റി-A, കാരണം അവിടെ A ആന്റിജനും ഇല്ല, B ആന്റിജനും ഇല്ല, H ആന്റിജനും ഇല്ല. അതുകൊണ്ട് അവരുടെ സെറത്തിൽ A ആന്റിബോഡിയും ഉണ്ടാവും, ബി ആന്റിബോഡിയും ഉണ്ടാവും, H ആന്റിബോഡിയും ഉണ്ടാവും. എന്നാൽ O ആന്റിബോഡി എന്ന് പറയുന്ന ഒരു കാര്യം അവിടെ ഇല്ല കേട്ടോ. അപ്പോൾ ബോംബെ ബ്ലഡ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ അവരുടെ ഫീനോടൈപ്പ് സ്മോൾ h ആണ്. ഓക്കെ, ഹോമോസൈഗസ് റിസസീവ് ആണ്. സോ അവിടെ ABO ആന്റിജൻ ആബ്സെന്റ് ആയിരിക്കും. A ആന്റിജനും B ആന്റിജനും H ആന്റിജനും ആബ്സെന്റ് ആയിരിക്കും. അപ്പോൾ പ്ലാസ്മയിലെ A ആന്റിബോഡി ആന്റി-Aയും ആന്റി-Bയും ആന്റി-Hഉം പ്രസന്റ് ആയിരിക്കും. ഓക്കെ, സോ അതാണ് ബോംബെ ബ്ലഡ് ഗ്രൂപ്പ്. അതുപോലെ ബോംബെ ബ്ലഡ് ഗ്രൂപ്പിനെ കുറിച്ച് പറയാനുള്ളത്, ബോംബെ ബ്ലഡ് ഗ്രൂപ്പുകാർക്ക് H ആന്റിബോഡി ഉള്ളത് കൊണ്ട് ബോംബെ ബ്ലഡ് ഗ്രൂപ്പ് മാത്രമേ റിസീവ് ചെയ്യാൻ പറ്റുള്ളൂ. അവർക്ക് വേറെ ഒരു ബ്ലഡ് ഗ്രൂപ്പും റിസീവ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ബോംബെ ബ്ലഡ് ഗ്രൂപ്പ് നമ്മളിപ്പോൾ ഫോർവേഡ് ഗ്രൂപ്പിംഗ് അല്ല, മെയിൻലി നമ്മൾ റിവേഴ്സ് ഗ്രൂപ്പിംഗ് വെച്ചിട്ടാണ് ബോംബെ ബ്ലഡ് ഗ്രൂപ്പ് ഡിറ്റക്ട് ചെയ്യാറുള്ളത് കേട്ടോ. സോ അതിൽ തന്നെ നമ്മൾ ഈ ബോംബെ ബ്ലഡ് ഗ്രൂപ്പ് ഡിസ്കവർ ചെയ്തിരിക്കുന്നത് ബെൻറ്റെ എറ്റാലാണ് ബോംബെയിലെ 1952. ആ ഒരു പോയിന്റും കൂടി പഠിച്ചു വെക്കുക, ചോദിക്കുന്നത് കാണാറുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കളറിംഗ് ഏജന്റ് ഓഫ് ആന്റി-B ആന്റിസെറം ഈസ് ഓപ്ഷൻ A മെത്തിലീൻ ബ്ലൂ, ഓപ്ഷൻ B എക്രിഫ്ലേവിംഗ്, ഓപ്ഷൻ C പിങ്ക്, ഓപ്ഷൻ D നോ കളറിംഗ് ഏജന്റ്. നമ്മൾ ഇപ്പോൾ ബ്ലഡ് ഗ്രൂപ്പിങ്ങിന്റെ സമയത്ത് ആന്റിസെറാസ് യൂസ് ചെയ്യാറുണ്ട്, ആന്റി-Aയും ആന്റി-Bയും ഒക്കെ. അപ്പോൾ അതിൽ പല കളേഴ്സും നമുക്ക് കാണാറുണ്ട് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി. സോ ഇവിടെ നമുക്ക് ആന്റി-B ആന്റിസെറയിലുള്ള കളറിംഗ് ഏജന്റ് ഏതാണ്? അക്രിഫ്ലേവിംഗ് ആണ്. അപ്പോൾ ഓരോ ആന്റിസെറത്തിന്റെ കളറും കളറിംഗ് ഏജന്റും നമ്മൾ പഠിച്ചു വെക്കണം. ആന്റി-A എന്ന് പറഞ്ഞാൽ ബ്ലൂ കളറിലായിരിക്കും, അത് കളർ കൊടുക്കുന്നത് മെത്തിലിൻ ബ്ലൂ ആണ്. ആന്റി-B ആണെങ്കിൽ യെല്ലോ ഓർ ഓറഞ്ച് കളറാണ്, അക്രിഫ്ലേവിംഗ് ആണ് ഈ ഒരു യെല്ലോ കളർ കൊടുക്കുന്നത്. ആന്റി-AB എന്ന് പറയുന്നത് യൂഷ്വലി കളർലെസ് ആണ്, ചിലപ്പോൾ മിക്സ്ഡ് ബ്ലൂ യെല്ലോ ടോൺസ് ഒക്കെ വരാറുണ്ട്, എന്നാലും നമുക്ക് കളർലെസ് എന്നുള്ള രീതിയിൽ പഠിച്ചു. ആന്റി-D എന്ന് പറയുന്നത് കളർലെസ് ആണ്, ഓർ പിങ്ക് കളർ എന്നുള്ള രീതിയിൽ നോക്കി വെക്കുക കേട്ടോ. ആന്റി-D പിങ്ക് കളർലെസ് എന്നുള്ള രീതിയിൽ പഠിച്ചാൽ മതി, അല്ലെങ്കിൽ ഓർ ലൈറ്റ് പിങ്ക് കളർ എന്നുള്ള രീതിയിൽ പഠിക്കാം. ആന്റി-ABയും ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ പിങ്ക് എന്നുള്ള രീതിയിൽ കാണാറുണ്ട് കേട്ടോ. യൂഷ്വലി കളർലെസ് ആണ്, ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ പിങ്ക് എന്നുള്ള രീതിയിൽ ആന്റി-AB കാണാറുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബോംബെ ബ്ലഡ് ഗ്രൂപ്പ് സിസ്റ്റം ക്യാൻ ബി ഡിറ്റക്റ്റഡ് ബൈ ഓപ്ഷൻ A ABO ഗ്രൂപ്പിംഗ്, ഓപ്ഷൻ B RH ഗ്രൂപ്പിംഗ്, ഓപ്ഷൻ C ഫോർവേഡ് ഗ്രൂപ്പിംഗ്, ഓപ്ഷൻ D റിവേഴ്സ് ഗ്രൂപ്പിംഗ്. ബോംബെ ബ്ലഡ് ഗ്രൂപ്പ് നമ്മൾ ഏതാണ്? ഓൾറെഡി ഞാനൊരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുമ്പോൾ പറഞ്ഞു അല്ലേ? യെസ്, റിവേഴ്സ് ഗ്രൂപ്പിംഗ് വഴിയാണ് നമ്മൾ ഡിറ്റക്ട് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്കിവിടെ
ഫോർവേഡ് ഗ്രൂപ്പിങ്ങിലും റിവേഴ്സ് ഗ്രൂപ്പിങ്ങിലും എ ബ്ലഡ് ഗ്രൂപ്പ് സിസ്റ്റം, ബി ബ്ലഡ് ഗ്രൂപ്പ്, എ ബി, ഒ, ബോംബെ ബ്ലഡ് ഗ്രൂപ്പ്, ഇതൊക്കെ എങ്ങനെയാണ് റിസൾട്ട് കിട്ടാൻ നോക്കാം. അപ്പോൾ ഫോർവേഡ് ഗ്രൂപ്പിംഗ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ആദ്യം അറിഞ്ഞിരിക്കണം അല്ലേ. അപ്പൊ നമ്മള് ഇപ്പൊ എൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് ആണ് നോക്കണമെങ്കിൽ എൻ്റെ ബ്ലഡ് എടുത്തിട്ട് അതിൽ മെയിൻലി എൻ്റെ ആൻറ്റിജൻ ആണ് അവിടെ ഡിറ്റക്ട് ചെയ്യേണ്ടത്. എൻ്റെ ബ്ലഡിലുള്ള അല്ലെങ്കിൽ RBCന്റെ മുകളിൽ ആൻറ്റിജൻ ആണ് ഡിറ്റക്ട് ചെയ്യുന്നത്. ആൻറ്റിജൻ ഡിറ്റക്ട് ചെയ്യണമെങ്കിൽ നമ്മൾ എന്താ ആഡ് ചെയ്ത് കൊടുക്കണം? ആൻറ്റിബോഡി ആഡ് ചെയ്ത് കൊടുക്കണം. ആൻറ്റി എ, ആൻറ്റി ബി, അതുപോലെ ആൻറ്റി എച്ച് ഒക്കെ നമ്മൾ കോമൺലി ആൻറ്റി എയും ആൻറ്റി ബിയും ആണ് ആഡ് ചെയ്യുന്നത്. ആൻറ്റി എച്ച് വേണമെങ്കിൽ ആഡ് ചെയ്യാം, കുഴപ്പമില്ല. ഓക്കെ, ഇത് ആഡ് ചെയ്തിട്ട് നമ്മൾ ഏത് ബ്ലഡ് ഗ്രൂപ്പ് ആണെന്ന് കണ്ടുപിടിക്കും. ആൻറ്റിബോഡി യൂസ് ചെയ്തിട്ട് ആൻറ്റിജൻ കണ്ടുപിടിക്കുന്ന മെത്തേഡാണ് ഫോർവേഡ് ഗ്രൂപ്പിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കതിനെ വേണമെങ്കിൽ സെൽ ഗ്രൂപ്പിംഗ് എന്നൊക്കെ പറയാം. ഓക്കെ, ഇവിടെ നമ്മൾ എ ബ്ലഡ് ഗ്രൂപ്പുകാർക്ക് എന്തുണ്ടാവും? എ ആൻറ്റിജൻ ഉണ്ടാവും. സോ അതുകൊണ്ട് ആൻറ്റി എ ആഡ് ചെയ്ത് കൊടുത്താൽ പോസിറ്റീവ് ആയിരിക്കും. എന്നാൽ ആൻറ്റി ബി ആഡ് ചെയ്ത് കൊടുത്താലോ അവിടെ നെഗറ്റീവ് ആയിരിക്കും. കാരണം എ ബ്ലഡ് ഗ്രൂപ്പുകാർക്ക് ബി ആൻറ്റിജൻ ഇല്ല. അതുകൊണ്ട് ആൻറ്റി ബി ആഡ് ചെയ്ത് കൊടുത്താൽ നെഗറ്റീവ് ആയിരിക്കും. ആൻറ്റി എച്ച് ആഡ് ചെയ്താലോ പോസിറ്റീവ് ആയിരിക്കും. കാരണം എല്ലാ ബ്ലഡ് ഗ്രൂപ്പുകാർക്കും ആൻറ്റി എച്ച് പ്രസന്റ് ആണ്. ഓക്കെ, ഇനി ബി ബ്ലഡ് ഗ്രൂപ്പ് എടുക്കുകയാണെങ്കിൽ ആൻറ്റി എ ആഡ് ചെയ്ത് കൊടുത്താൽ നെഗറ്റീവ് ആയിരിക്കും. പക്ഷെ ആൻറ്റി ബി ആഡ് ചെയ്ത് കൊടുത്താൽ പോസിറ്റീവ് ആയിരിക്കും ബി ബ്ലഡ് ഗ്രൂപ്പ്. ആൻറ്റി എച്ച് പോസിറ്റീവ് ആയിരിക്കും ബി ബ്ലഡ് ഗ്രൂപ്പുകാർക്ക്. ആൻറ്റി എയിലും പോസിറ്റീവ്, ആൻറ്റി ബി ആഡ് ചെയ്തിട്ടും പോസിറ്റീവ്, ആൻറ്റി എച്ച് ആഡ് ചെയ്തിട്ടും പോസിറ്റീവ് ആണെങ്കിൽ അവരുടെ ബ്ലഡ് ഗ്രൂപ്പ് എ ബി ബ്ലഡ് ഗ്രൂപ്പ് ആയിരിക്കും. ആൻറ്റി എ ആഡ് ചെയ്തിട്ട് നെഗറ്റീവ്, ആൻറ്റി ബി ആഡ് ചെയ്തിട്ട് നെഗറ്റീവ്, ആൻറ്റി എച്ച് ആഡ് ചെയ്തിട്ട് പോസിറ്റീവ് ആണെങ്കിൽ അവരുടെ ബ്ലഡ് ഗ്രൂപ്പ് ഒ ബ്ലഡ് ഗ്രൂപ്പ് ആയിരിക്കും. എന്നാൽ ആൻറ്റി എ ആഡ് ചെയ്തിട്ടും ആൻറ്റി ബി ആഡ് ചെയ്തിട്ടും ആൻറ്റി എച്ച് ആഡ് ചെയ്തിട്ടും നെഗറ്റീവ് ആണ്. കാരണം ഈ 3 ആൻറ്റിജനും ഇല്ല. എ ആൻറ്റിജനും ബി ആൻറ്റിജനും ഒ ആൻറ്റിജനും ഇല്ലാത്തതുകൊണ്ടാണ് അതിന്റെ കറസ്പോണ്ടിങ് ആന്റിബോഡി ആഡ് ചെയ്തിട്ട് നെഗറ്റീവ് കിട്ടുന്നത്. സോ ഇത് 3 ആഡ് ചെയ്തിട്ട് നെഗറ്റീവ് ആണെങ്കിൽ അവർക്ക് ബോംബെ ബ്ലഡ് ഗ്രൂപ്പ് ആണ്. കാരണം അവർക്ക് എച്ച് ആൻറ്റിജനും ഇല്ല. അപ്പൊ ആൻറ്റി എച്ച് ആഡ് ചെയ്തിട്ടും കാര്യമില്ല. ഓക്കെ, സോ ഇത് ഒരു ഫോർവേഡ് ഗ്രൂപ്പിംഗിലെ റിസൾട്ട് ആണ്. നെഗറ്റീവ് ഗ്രൂപ്പിംഗ്, നെഗറ്റീവ് മീൻസ് റിവേഴ്സ് ഗ്രൂപ്പിംഗിലെ റിസൾട്ട് നോക്കാം. റിവേഴ്സ് ഗ്രൂപ്പിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ സെറത്തിലെ ആന്റിബോഡിയാണ് ഡിറ്റക്ട് ചെയ്യുന്നത്. നമ്മൾ സെറം എടുത്തിട്ടാണ് ടെസ്റ്റ്. എൻ്റെ സെറം എടുക്കും, അതിൽ ആന്റിബോഡി ആണല്ലോ പ്രസന്റ് ചെയ്യുക. സോ ആന്റിബോഡി ഡിറ്റക്ട് ചെയ്യണമെങ്കിൽ നമ്മൾ എന്താ ആഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും? സെൽസ് ആണ് ആഡ് ചെയ്ത് കൊടുക്കുക. സെൽസ് പ്രിപ്പയർ ചെയ്തിട്ട് എ സെൽസും ബി സെൽസും ഒ സെൽസും പ്രിപ്പയർ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? ആന്റിബോഡിയാണ് ഡിറ്റക്ട് ചെയ്യുന്നത്. ഓക്കെ, ആന്റിബോഡി ഡിറ്റക്ട് ചെയ്യാന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ എ സെൽ ആഡ് ചെയ്ത് കൊടുത്താൽ എ ആന്റിബോഡി ഉണ്ടെങ്കിലല്ലേ എ സെല്ലുമായിട്ട് റിയാക്ട് ചെയ്യുള്ളൂ. സോ എ സെൽ ആഡ് ചെയ്ത് കൊടുത്താൽ നമുക്ക് എ ബ്ലഡ് ഗ്രൂപ്പിൽ പോസിറ്റീവ് ആയിരിക്കും നെഗറ്റീവ് ആയിരിക്കും. കാരണം എ ബ്ലഡ് ഗ്രൂപ്പിൽ എ ആന്റിബോഡി ഉണ്ടാവില്ല. അതുകൊണ്ട് എ സെൽ ആഡ് ചെയ്താൽ നെഗറ്റീവ് ആണ്. എ ബ്ലഡ് ഗ്രൂപ്പിൽ ബി ആന്റിബോഡി ഉണ്ടാവും. സോ ബി സെൽ ആഡ് ചെയ്ത് കൊടുത്താൽ പോസിറ്റീവ് ആയിരിക്കും. എ ബ്ലഡ് ഗ്രൂപ്പിൽ ഒ സെൽ ആഡ് ചെയ്യുന്ന എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എച്ച് ആന്റിബോഡി ഉണ്ടോ എന്ന് നോക്കാനാണ്. ഒ സെല്ലിൽ കൂടുതലായിട്ട് എച്ച് ആന്റിജൻ ആയിരിക്കും ഉണ്ടാവുക. അപ്പം എച്ച് ആന്റിബോഡി ഉണ്ടോ എന്ന് നോക്കാനാണ്. എച്ച് ആന്റിബോഡി ആർക്കായിരിക്കും ഉണ്ടാവുക? ബോംബെ ബ്ലഡ് ഗ്രൂപ്പുകാർക്ക്. സോ അതിനാണ് ഒ സെൽ ആഡ് ചെയ്യുന്നത്. അപ്പോൾ എ ബ്ലഡ് ഗ്രൂപ്പിൽ എച്ച് ആന്റിബോഡി ഉണ്ടാവുമോ? ഇല്ല. അതുകൊണ്ട് ഒ സെൽ ആഡ് ചെയ്താലും നെഗറ്റീവ് ആയിരിക്കും. ഇനി ബി ബ്ലഡ് ഗ്രൂപ്പ് എടുക്കുമ്പോൾ അവർക്ക് എ ആന്റിബോഡി ഉണ്ടാവും. സോ എ സെൽ ആഡ് ചെയ്താൽ പോസിറ്റീവ് ആയിരിക്കും. ബി ബ്ലഡ് ഗ്രൂപ്പുകാർക്ക് ബി ആന്റിബോഡി ഉണ്ടാവില്ല. സോ ബി സെൽ ആഡ് ചെയ്താൽ നെഗറ്റീവ് ആയിരിക്കും. ബി ബ്ലഡ് ഗ്രൂപ്പുകാർക്ക് ആന്റി എച്ചും ഉണ്ടാവില്ല. സോ അതുകൊണ്ട് ഒ സെൽ ആഡ് ചെയ്താൽ നെഗറ്റീവ് ആയിരിക്കും. എ ബി ബ്ലഡ് ഗ്രൂപ്പുകാർക്ക് ഒരു ആന്റിബോഡിയും ഇല്ല അല്ലേ. എ ആന്റിബോഡിയും ഇല്ല, ബി ആന്റിബോഡിയും ഇല്ല, എച്ച് ആന്റിബോഡിയും ഇല്ല. അതുകൊണ്ട് എല്ലാത്തിലും എ സെൽ ആഡ് ചെയ്താലും ബി സെൽ ആഡ് ചെയ്താലും ഒ സെൽ ആഡ് ചെയ്താലും നെഗറ്റീവ് ആയിരിക്കും. ഒ ബ്ലഡ് ഗ്രൂപ്പുകാർക്കാണെങ്കിലോ എ ആന്റിബോഡിയും ബി ആന്റിബോഡിയും ഉണ്ട്. അതുകൊണ്ട് എ സെൽ ആഡ് ചെയ്താലും പോസിറ്റീവ്, ബി സെൽ ആഡ് ചെയ്താലും പോസിറ്റീവ്. എന്നാൽ എച്ച് ആന്റിബോഡി ഇല്ല. അതുകൊണ്ട് ഒ സെൽ ആഡ് ചെയ്താൽ നെഗറ്റീവ്. ബോംബെ ബ്ലഡ് ഗ്രൂപ്പുകാർക്കോ എ ആന്റിബോഡിയും ഉണ്ട്, ബി ആന്റിബോഡിയും ഉണ്ട്, എച്ച് ആന്റിബോഡിയും ഉണ്ട്. സോ എ സെൽ ആഡ് ചെയ്താലും ബി സെൽ ആഡ് ചെയ്താലും ഒ സെൽ ആഡ് ചെയ്താലും പോസിറ്റീവ് ആണ്. നോക്കിക്കേ, ബോംബെ ബ്ലഡ് ഗ്രൂപ്പിൽ മാത്രമാണ് ഒ സെൽസ് ആഡ് ചെയ്തപ്പോൾ പോസിറ്റീവ് വരുന്നത്. സോ
മെയിൻലി ബോംബെ ബ്ലഡ് ഗ്രൂപ്പ് ഈ റിവേഴ്സ് ഗ്രൂപ്പിംഗ് മെത്തേഡിലാണ് സാധാരണ ഡിറ്റക്ട് ചെയ്യാറുള്ളത്. കാരണം നമ്മൾ ഫോർവേഡ് ഗ്രൂപ്പിങ്ങിൽ ഈ ആൻറ്റി എച്ച് അധികവും ആഡ് ചെയ്യാറില്ല കേട്ടോ. ആൻറ്റി എയും ആൻറ്റി ബിയും മാത്രമേ നമ്മൾ യൂസ് ചെയ്യാറുള്ളൂ. റിവേഴ്സ് ഗ്രൂപ്പിങ്ങിൽ നമ്മൾ എന്തായാലും ഓസൽ ആഡ് ചെയ്യും. എന്തിനു വേണ്ടിയിട്ട് ഓസൽ ആഡ് ചെയ്യുന്നത്? ബോംബെ ബ്ലഡ് ഗ്രൂപ്പ് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കിയാലോ. സോ ഇതിൽ മാക്സിമം എ ബി ഒ ബ്ലഡ് ഗ്രൂപ്പിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. സോ എന്നാലും നമുക്ക് ഇത് റിലേറ്റഡ് ആയിട്ട് പല ക്വസ്റ്റ്യൻസും കേരള PSCയിൽ ചോദിച്ചിട്ടുണ്ട്. സോ അത് നിങ്ങൾക്ക് കൂടുതലായിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ ആമസോൺ കിൻഡിൽ ആപ്പ് വഴി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. നിങ്ങൾ ബുക്ക് ആയിട്ടാണ് അവൈലബിൾ ആയിട്ടുള്ളത്. തൗസൻഡ്സോളം ക്വസ്റ്റ്യൻസ് നമുക്ക് അതിൽ വരുന്നുണ്ട്. മൊഡ്യൂൾ വൈസ് നമ്മളത് ക്വസ്റ്റ്യൻ വിത്ത് ആൻസേഴ്സ് നമ്മളത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് 99 റുപ്പീസിന് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് കിട്ടും. നമുക്കിനി പഠിക്കാൻ അധികം സമയമില്ല അല്ലേ. സോ അതുകൊണ്ട് ഒരു ക്വിക്ക് റിവ്യൂസിന് വേണ്ടിയിട്ട് ഏതൊക്കെ ഏരിയയിൽ നിന്നാണ് നമ്മൾ PSCയിൽ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ളത്, അപ്പോൾ ഏതൊക്കെ ഏരിയ നമ്മൾ കുറച്ചും കൂടി ഫോക്കസ് ചെയ്യണം എന്നുള്ള രീതിയിൽ നമുക്കൊരു ക്വിക്ക് റിവ്യൂവിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. എന്തായാലും നമ്മൾ ക്വസ്റ്റ്യൻ നോക്കാം. Anti-A1 lectin has extracted from option A Ulex europaeus, option B Vicia graminia, option C Dolichos biflorus, option D Arachis hypogea. അതായത് നമ്മൾ Anti-A1 lectin എക്സ്ട്രാക്ട് ചെയ്യുന്നത് ഡോളിക്കോസ് ബൈഫ്ലോറസ് എന്നാണ്. നമ്മളിപ്പം A1 ആൻറ്റിജൻ ആണോ, അതുപോലെ H ആൻറ്റിജനെയും B ആൻറ്റിജനെയൊക്കെ നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ച് ആൻറ്റിബോഡീസ് ഉണ്ട്. ആൻറ്റിസെറാസ് ഉണ്ട്. അതാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. Anti-A1 ലെക്റ്റിന് അതിൻ്റെ എക്സ്ട്രാക്ട് ചെയ്യുന്നത് ഡോളിക്കോസ് ബൈഫ്ലോറസ് എന്ന് പറയുന്ന പ്ലാന്റ് എന്നാണ്. Anti-H ലെക്റ്റിൻ ആണെങ്കിൽ യൂലോസ് യൂറോപ്പിയസ് എന്നാണ്. അതുപോലെ Anti-B ലെക്റ്റിൻ ആണ് ഈ വിസിയ ഗ്രാമിനിയയിൽ വരുന്നത്. Anti-AB ലെക്റ്റിൻ ആണ് അരാക്കിയസ് ഹൈപ്പോജിയ വരുന്നത്. സോ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഒരു മെത്തേഡ് ഓഫ് ഡിസ്കഷന് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ചെയ്യാവുന്നതാണ്. താങ്ക് യു.